സന്തോഷമാണെങ്കിൽ ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പൊതുവായി നമ്മുടെ കോടതികളൊക്കെ അല്ലെങ്കിൽ പോലീസ് ഒരു അന്വേഷണമൊക്കെ നടത്തുമ്പം ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം കേരളം ക്രൈം ലെവലിൽ വലിയ കുറവുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല. അത്യാവശ്യം നല്ല ക്രൈം ലെവലുള്ളൊരു സംസ്ഥാനമാണ്. മൊത്തത്തിൽ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ക്രൈമുകൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കുമ്പം, പ്രത്യേകിച്ച് ചില നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ക്രൈമില്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷേ കേരളം പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ക്രൈമുകളുള്ള സ്ഥലമാണ്. ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്യുമ്പം ഒരു രീതിയിലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ച് എല്ലാ സാധ്യതകളെയും അടച്ച് ഒരു കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലീസിനത് കണ്ടെത്താൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? സാധാരണഗതിയിൽ കണ്ടെത്താൻ സാധ്യതയുള്ള ചെറിയ എവിടെയെങ്കിലും എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. പൊതുവേ പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൽ മിസ്സിങ് വരും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലൊക്കെ കള്ളത്തരം കാണിച്ചവരാ അല്ലേ? കള്ളത്തരം കാണിച്ചിട്ട് പിടിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ചെറുപ്പത്തിൽ കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ടവർ എല്ലാവരും കൈവക്കും, നമുക്കറിയാം. അതായത് എത്ര വിദഗ്ധമായി കള്ളത്തരം കാണിച്ചാലും അതിലെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. ഇനി കള്ളത്തരം കാണിക്കുമ്പോൾ പൊതുവേ നമുക്കുണ്ടാവുന്നൊരു പ്രശ്നമാണ്, ഞാൻ കാണിക്കുന്നത് കള്ളത്തരമല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ വെറുതെ ഒരു വെമ്പൽ കൊള്ളും. ഞാനത് ഭയങ്കര മാന്യമായിട്ടോ ചെയ്തേ, ഇത് കള്ളത്തരമല്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവനെന്തോ കള്ളത്തരം ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മക്കൾ, ഇപ്പോൾ പ്രായമായവരൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മക്കൾ ഭയങ്കര സ്നേഹത്തോടുകൂടി നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മളൊരു സംശയക്കണ്ണോട് കാണും. ഒന്നുകിൽ അവൻ എന്തോ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തോ ഒരു ഉടായ്പ് കാണിച്ചിട്ടുണ്ട്, അവൻ എന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി അവൻ്റെ മുഖഭാവം, അവൻ്റെ സംസാരം, അവൻ്റെ രീതി, എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസം ഉണ്ടാകും. ഇതെപ്പോഴും പോലീസ് എപ്പോഴും നോക്കുന്നതാണ്. അതായത് ഒരു കള്ളം ചെയ്തവൻ, ഒരു കൊലപാതകമോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തവനെ സംബന്ധിച്ച് അവൻ ആ ദിവസങ്ങളിൽ പോലീസ് ചിലപ്പോൾ അവനെ അന്വേഷിക്കും, അവനെ പരിശോധിക്കും, പല കാര്യങ്ങളിൽ അവനെ പിന്തുടരും, അറിയാൻ പറ്റും. ഇതൊന്നുമില്ലാതെ എത്ര വിദഗ്ധമായൊരു കാര്യം ചെയ്താലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവിടെ കിടക്കുന്നുണ്ടാവും അല്ലേ? പോലീസ് പലപ്പോഴും ശ്രദ്ധിക്കുന്നത് പാറ്റേൺ ശ്രദ്ധിക്കും. പാറ്റേൺ, അതായത് ചില കള്ളന്മാർ കളവ് ചെയ്ത് കഴിഞ്ഞാൽ, ചില വീടുകളിൽ കളവ് ചെയ്ത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കള്ളന്മാരുണ്ട്. അങ്ങനെ രീതിയുള്ള ചില ആളുകളുണ്ട്. ചിലർ വാതിൽ പൊളിച്ചു മാത്രം കടന്നു വരുന്നവരാ, ചിലർ പല മേൽക്കൂര പൊളിച്ചു വരുന്നവരാ, ചില ആളുകൾ വീട്ടിൽ താമസമില്ലാത്ത വീടുകളിൽ മാത്രം കക്കാൻ കയറുന്നവരാ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ ഇവർക്കറിയാം, പോലീസിനറിയാം. അതായത് ഒരു ഫിംഗർ പ്രിൻ്റ് പോലും ഇല്ല, ഒരു സാധ്യത പോലും ഇല്ലെങ്കിലും ഇവരെന്ത് ചെയ്യും? പാറ്റേൺ നോക്കും. ഏത് പാറ്റേൺ ആണ് ഈ വ്യക്തി ഉപയോഗിച്ചിരിക്കുന്നത്? അങ്ങനെ പാറ്റേൺ നോക്കി ഈ വ്യക്തികളെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട് പൊതുവെ പോലീസിന്. ഇതെന്തിനാണോ ബ്രദർ വന്നപ്പോൾ തുടങ്ങി കള്ളനെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചൊക്കെ പറയുന്നതെന്നൊരു ചിന്തയുണ്ടാവും. സാത്താൻ ഏറ്റവും വലിയൊരു തന്ത്രശാലിയാണ് അല്ലേ? ഏറ്റവും ശക്തനായ തന്ത്രശാലിയാണ്. നമ്മളിപ്പോൾ കൊലപാതകമാകട്ടെ കളവാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാത്താൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിശാച് വന്നിരിക്കുന്നത് എന്തിനാണ്? കൊല്ലുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക, ഇതിനാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ കൊലപാതകനാണ്, അവൻ കളവ് ചെയ്യുന്ന കള്ളനാണ്. സാത്താനെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഇന്ന് പോലീസ് ഉപയോഗിക്കുന്ന ആ മാർഗം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കണം ചില കാര്യങ്ങളിൽ. കാരണം ഒരു രീതിയിലും കണ്ടെത്താൻ കഴിയാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പിശാച് നമ്മുടെ ജീവിതത്തെ തകർത്തിട്ടിരിക്കുന്ന, നശിപ്പിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും മേഖല ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ പാറ്റേൺ നമ്മൾ പരിശോധിക്കണം. ചില വ്യക്തികൾക്കുണ്ടായ പാറ്റേൺ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചിലപ്പം ആ പാറ്റേണിലൂടെ നമ്മുടെ ജീവിതം പിശാച് തകർത്തിട്ടുണ്ടാകാം. ഇനി അതല്ലെങ്കിൽ എന്തൊക്കെ വിദഗ്ധമായ രീതിയാണ് അവൻ നമുക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് പരിശോധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു പൊതുവായൊരു ചോദ്യം ചോദിക്കുക നിങ്ങളോട്. അതായത് ഒരു വ്യക്തി, അവൻ ബന്ധനത്തിലാണ്, തകർച്ചയിലാണ്, കഴിഞ്ഞ കുറേ കാലമായി കഷ്ടതയിലാണ്, ദുരിതത്തിലാണ്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സാത്താൻ എന്തോ ഒരു വ്യക്തിത്വം ആ വ്യക്തിയെ ക്ലെയിം ചെയ്തിരിക്കുക അല്ലേ? നമുക്കതറിയാം. പിശാച് എന്തോ ഒരു പാപമേഖല അവൻ്റെ ജീവിതത്തെ ക്ലെയിം ചെയ്തിരിക്കുക. ഇപ്പോൾ ആ വ്യക്തി ധ്യാനത്തിന് വരികയാണ്, ദൈവവചനം കേൾക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ അവന് മനസ്സിലാകുകയാണ് ഇന്ന കാരണം കൊണ്ടാണ് സാത്താൻ നമ്മളെ ക്ലെയിം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റീസൺ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുക.
സ്വാഭാവികമായി ഞാൻ 3 റീസൺസ് പറയുകയാണ്. ഇതിൽ ഏത് റീസൺ ആയിരിക്കും പിശാച് ഏറ്റവും കൂടുതൽ ശക്തമായി ഒരു വ്യക്തിയെ കെണിയിലാക്കാൻ തന്ത്രപരമായി എവിടെയാണ് ആഞ്ഞു പിടിക്കുന്നത് എന്നുള്ളതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ മറുപടി പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. 1, ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി. 2, ഈ വ്യക്തി തൻ്റെ ജീവിതത്തിലെ ചെറുപ്പകാലത്ത് എവിടെയോ പോയി കഴിഞ്ഞപ്പം വഴിയിൽ കിടന്ന് ഒരു ചെറിയ ചരട് കിട്ടി. ആ ചരട് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അതിൻ്റെ അകത്തൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഇതാൾ വളരെ കൗതുകമായിട്ട് തോന്നി, അത് പോക്കറ്റിൽ കൊണ്ടുപോയി. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ഇതുകൊണ്ട് എന്തോ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവൻ കുറച്ച് കാലത്ത് കൈമ കെട്ടി, പിന്നെ എപ്പോഴോ നഷ്ടപ്പെട്ടു, ആ ചരട് കയ്യിൽ നിന്ന് പോയി. ഇത് അവൻ്റെ ജീവിതത്തിൽ നടന്ന 2ാമത്തെ ഒരു ഇൻസിഡൻ്റ് ആണ്. 3, ഈ വ്യക്തി മാരകമായ വ്യഭിചാരം എന്ന പാപത്തിന് ഇവൻ കീഴ്പ്പെട്ട് കിടക്കുകയാണ്, ഇവൻ അടിമപ്പെട്ട് കിടക്കുകയാണ്. സാത്താൻ ഇതിൽ ഏത് കാര്യമായിരിക്കും ഇവൻ്റെ ജീവിതത്തിൽ ക്ലെയിം ചെയ്യുക? ഏത് കാര്യമായിരിക്കും സാത്താൻ ഇവൻ്റെ ജീവിതത്തിൽ ക്ലെയിം ചെയ്യുക? കൊലപാതകമായിരിക്കോ, വ്യഭിചാരമായിരിക്കോ, അല്ല ഈ ചെറിയൊരു ചരട് കിട്ടി എന്തോ ഒരു ചെറിയ സംഭവം പോക്കറ്റിലിട്ടായിരിക്കോ? എന്തായിരിക്കും? ഉറക്കെ കേൾക്കുന്നില്ല. വ്യഭിചാരം, ചരട്, കൊലപാതകം ആരും പറയുന്നില്ല. മാരകമായ പാപം ഇതാ. ഏറ്റവും മാരകമായിട്ടുള്ളതല്ലേ പിശാച് പിടിക്കുന്നത്? ജീവൻ അപഹരിക്കുന്ന മാരകമായ കൊലപാതകമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യവും ഇത് തന്നെ. നമ്മൾ ഈ പാറ്റേൺ ബൈബിളിൽ ഉടനീളം നിങ്ങൾ ശ്രദ്ധിച്ചോ, സാത്താൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഏറ്റവും ലിമിറ്റഡായ പാപം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമേയായിരിക്കും അവൻ പിടിക്കുക, അതായിരിക്കും അവൻ ക്ലെയിം ചെയ്യുക. നിൻ്റെ മാരകമായ പാപത്തും അവൻ തൊടത്തു പോലുമില്ല. മാരകമായ പാപത്തിലേക്ക് പിശാച് ഒരുവനെ വലിച്ചഴിക്കും, അത് ശരിയാ. പക്ഷെ ഒരു വ്യക്തി ആദ്യം ഈ മാരകമായ പാപത്തിലേക്കാണോ പോകുന്നത്? അല്ല. ഏതെങ്കിലും ഒരു ലഘുവായ പാപം ചെയ്ത്, ഞാൻ എൻ്റെ ലൈഫിൽ പറയാം, എൻ്റെ അവസ്ഥ പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ മദ്യപാനം എന്ന പാപത്തിലേക്ക് ഞാൻ പോകുന്നത്. ആ മദ്യപാനം എന്ന പാപത്തിലേക്ക് ഞാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് മദ്യം വിളമ്പാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. അവൻ എന്നെ ഏൽപ്പിച്ചതിൻ്റെ കാരണം ഞാൻ മദ്യം കഴിക്കില്ല. മദ്യം കഴിക്കാത്ത ഒരുവനെ മദ്യം ഏൽപ്പിച്ചാൽ ഇത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അളവനുസരിച്ച് എല്ലാവരുടെയും കയ്യിലെത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി എന്നെ ഏൽപ്പിച്ചു. ഞാനത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു പ്രതിഫലമായി എനിക്ക് ഒരു ബീറ് വാങ്ങി തന്നു. കുഴപ്പമില്ലടാ, നീ കഴിച്ചു നോക്ക്, ഇതൊരു വേറെ വലിയ പ്രശ്നമൊന്നുമല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ആ സഹോദരങ്ങളുടെ കൂടെ കൂട്ടുകാരന്മാരുടെ കൂടെ ഇരുന്ന് അന്ന് ആ ബീറ് കഴിച്ചു ആദ്യമായിട്ട്. പിന്നീട് അങ്ങോട്ട് എൻ്റെ നാട്ടിൽ നടക്കുന്ന സകല കല്യാണങ്ങൾക്കും ബാറ് കൈകാര്യം ചെയ്യുന്നത് ഞാനായിരുന്നു. കാരണം ഞാൻ കഴിക്കില്ല എന്നുള്ളൊരു സംഭവമായിരുന്നു. ആദ്യമൊക്കെ നമുക്കൊരു ബീറ് മാത്രം പ്രതിഫലമായിട്ട് മതിയായിരുന്നു. പിന്നീട് മാറി മാറി നമ്മൾ അവിടെ എത്ര പേർക്ക് കൊടുക്കുന്നോ അവർ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടിക്കാൻ തുടങ്ങി. എന്നെ ആദ്യമായി വലിച്ചഴച്ചത് ഈ ഉത്തരവാദിത്തം, എന്നെ ഏൽപ്പിച്ച ജോലി നന്നായിട്ട് നോക്കി എന്നുള്ള ആ ഉത്തരവാദിത്തം കൊണ്ട് എന്നെ ഒരു ചെറിയ ബാർ ഏൽപ്പിച്ചു. പിന്നീട് ഞാൻ അവിടുത്തെ തികഞ്ഞ കുടിയനായി മാറി. പിശാച് അതുമ ക്ലെയിം ചെയ്ത് പിന്നെ അങ്ങോട്ട് ഒരു ശക്തനായ മദ്യപാനിയാക്കി. പിന്നീട് ആ പാപത്തിൽ നിന്നാണ് അടുത്ത പാപത്തിലേക്ക് പോകുന്നത്, അല്ലേ? മദ്യപാനത്തിൽ നിന്നാണ് പിന്നെ അടുത്തതിലേക്ക് പോകുന്നത്, അതിൽ നിന്നാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഇവൻ എപ്പോഴും പിടിച്ചു വച്ചിരിക്കുന്നത് ചെറുതുമായിരിക്കും. പിന്നെ ആ ചെറുതിൽ നിന്ന് മാരകമായ പാപത്തിലേക്ക് പോകും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടി കഴിഞ്ഞപ്പം ഞാൻ മലയാറ്റൂർ മലയുടെ മുകളിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം പേപ്പറിൽ എഴുതാൻ തുടങ്ങി. പേപ്പറിൽ എഴുതി. ഞാനൊരു പേപ്പറിൽ വലിയൊരു പേപ്പർ എടുത്തു, അത് എഴുതി തീർന്നു. ആ പേപ്പർ മാറ്റി വെച്ചു. അടുത്ത പേപ്പർ എടുത്തു, പിന്നെ എഴുതി, അതും മാറ്റി വെച്ചു. അടുത്തെടുത്തു. കുമ്പസാരിക്കാനായിട്ട് അച്ഛനെടുത്ത് തന്നു കഴിഞ്ഞപ്പം 2-3 പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, വലിയ പേപ്പറുകൾ. ഞാൻ ആ പേപ്പറിൽ ഒരു പാപം ഏറ്റു പറഞ്ഞൊന്നുമില്ല. കാരണം അന്ന് പകൽ മുഴുവൻ ഇരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ പാപങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റു പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴും ഇതൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഇതൊന്നും പറയാൻ എന്നെ അനുവദിച്ചില്ല. പകരം കരയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ കരച്ചിൽ ദൈവസന്നിധിയിലുണ്ട്. നീ പേപ്പറിലുള്ളത് എന്നോട് പറയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ദൈവത്തോട് നീ പറഞ്ഞോ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അന്ന് ഞാൻ ഏറ്റുപറഞ്ഞ പാപങ്ങളുണ്ട്. അന്ന് ആ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നതിനൊരു റീസണുണ്ട്. ഞാൻ ദൈവവചനം കേട്ടു. വിശുദ്ധ വചനം 3 ദിവസത്തെ ധ്യാനത്തിലൂടെ വചനം കേട്ടപ്പം അന്ന് ആ വചനത്തിൽ പറഞ്ഞ അനേകമായ മാരകമായ പാപങ്ങളുണ്ട്. ഈ മാരകമായ പാപങ്ങളിലൂടെ എനിക്കൊരു ബോധ്യം ലഭിച്ചു, ഇതെല്ലാം പാപമാണെന്ന്. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഞാൻ ക്രിസ്തുവുമായി നിരപ്പായി. എനിക്ക് ഉറപ്പാണ്, ഒരു ചരട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കെട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ടാവില്ല.
പക്ഷെ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയും. മാരകമായ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റുപറയും. ദൈവവുമായിട്ട് നിരപ്പാക്കപ്പെടും. സാത്താന് പിന്നെ അതുമ്മ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ? അതുമ്മ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? നിന്നെ കഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. സാത്താൻ എന്ത് ചെയ്യും? അവൻ മാരകമായ ഒരു കേസും പിടിക്കത്തില്ല. അവൻ ഏറ്റവും ലഘുവായത് പിടിക്കത്തുള്ളൂ. ഏറ്റവും ലഘുവായത് പിടിച്ചാലേ ചിലപ്പോൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നിന്റെ പ്രാർത്ഥന നടക്കാതെ അത് ഹൈഡ് ചെയ്തുകൊണ്ട് നിന്നെ ഈ കഷ്ടതയിൽ, ഈ പ്രതികൂലത്തിൽ തന്നെ നടത്താം. 1 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം, ഒരു 3 വർഷം പ്രാർത്ഥനയുണ്ട്, ദൈവസന്നിധിയിൽ യാചനയുണ്ട്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഈ കാര്യം ഓർമ്മ വരാതിരുന്നു കഴിഞ്ഞാൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി മാറുന്നില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവൻ ദൈവത്തെ വിടും, അവൻ ദൈവത്തെ മറക്കും, ദൈവത്തോട് ടാറ്റ പറയും, പ്രാർത്ഥനയും നിർത്തും, അവനവൻ്റെ വഴിക്ക് പോകും. ഇതാർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് എപ്പോഴും ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും എളുപ്പമുള്ള മാർഗത്തമ്മയാണ് അവനെപ്പോഴും പിടിക്കത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കാനാൻ അറിയോ? കാനാൻ ദേശം അറിയാം. കാനാൻകാരെന്ന് പറയുന്ന ആ ആളുകളെ അറിയാം. ഇസ്രായേൽ ദേശം പോയി കീഴടക്കിയ കാനാൻകാരെന്ന് പറയുന്ന ഒരു ദേശം. ഇവർ നശിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവർ തകർന്നു പോകാനുള്ള കാരണം എന്താണ്? ഈ കാനാൻകാരെന്ന് പറയുന്ന ഈ ദേശക്കാർ, ഈ കാനാൻകാർ നശിക്കാനുള്ള കാരണം, റീസൺ സത്യത്തിൽ ഇപ്പോഴും അവർക്കറിയാൻ പാടാവില്ല എന്തുകൊണ്ടാണ് അവർ നശിച്ച് കിടക്കുന്നതെന്ന്. നമുക്ക് 1-2 വചനങ്ങളിലൂടെ നമ്മളൊരു പാറ്റേൺ ആണ് പഠിക്കുന്നത്. ഈ പാറ്റേൺ ബൈബിളിൽ ഉടനീളം സംഭവിച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 26 വരെ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 21 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫേത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തതെന്തെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആരാണ് പാപം ചെയ്തത്? ആരാണ് നോഹയ്ക്കെതിരെ പാപം ചെയ്തത്? ആദ്യത്തെ വാക്യം വായിച്ചോ, 21-ാം വാക്യം. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം, കാനാന്റെ അപ്പനായ ഹാം എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ 2 സഹോദരന്മാരോട്, ആ പിതാവിന്റെ നഗ്നത മറയ്ക്കേണ്ടവൻ അത് നാട്ടുകാരെ കാണിച്ചു, അല്ലെങ്കിൽ വീട്ടുകാരെ കാണിച്ചു, ബാക്കി 2 സഹോദരന്മാരെ കാണിച്ചിട്ട് ആ സംഭവം ആഘോഷമാക്കി മാറ്റി. വലിയൊരു മേഖല അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നു. നമ്മളിപ്പോൾ നാട്ടിൽ നടക്കുന്ന പരദൂഷണം എന്ന് പറയുന്ന ഒരു അടി അല്ലേ? ആരുടെങ്കിലും പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് കിടക്കുക. അവനെ കണ്ടോ, അവൻ മോശക്കാരനാണ്, അവൻ ഇങ്ങനെ ചെയ്തവനാണ്. നമ്മുടെ ഇടയിലുണ്ടല്ലേ, നമ്മൾ പ്രാർത്ഥനക്കാരുടെ ഇടയിൽ ഈ സാധനമുണ്ട്. ആരുടെങ്കിലും ഒരു തെറ്റ്, ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി, എടീ നിനക്കറിയോ, അവനെ അറിയോ, അല്ല അവളറിയോ, അവളൊക്കെ എന്ത് സാധനമായിരുന്നു അറിയാമോ? പണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞത് ഞാൻ ക്രിസ്തുവിലായെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പറഞ്ഞ പാപമായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. ആ പാപത്തിലാണ് ഇപ്പോഴും എന്ന രീതിയിൽ നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഈ വ്യക്തി ചെയ്തത് അതാണ്. അപ്പൻ്റെ നഗ്നതയെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഒരു പരദൂഷണമാക്കി മറ്റുള്ളവരോട്, എടാ വാ നല്ലൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുത്തു. ആരാണ് ശപിക്കപ്പെട്ടത്? ചെയ്തവനാണോ ശപിക്കപ്പെട്ടെ? അല്ല, നേരെ മകനാണ് ശപിക്കപ്പെട്ടത്. ഇതെന്തുകൊണ്ടാണ് ഈ ശാപം വന്നത് എന്ന് തോന്നും. നമുക്കറിയാം, പഴയ നിയമത്തിൽ എപ്പോഴും അവരുടെ മക്കളാണ് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു സൈഡ് ഒടിഞ്ഞു വീണാലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എഴുന്നേറ്റ് നടക്കും. സ്വന്തം മക്കൾക്ക് ഒരു ചെറിയ മൂക്കൊലിപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും സമാധാനമില്ല. അപ്പനും അമ്മയ്ക്കും എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, കുറേയൊക്കെ അവർ സഹിക്കും. പക്ഷെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വേദന, ദുഃഖം. സ്വന്തം മകനായ കാനാൻ ശപിക്കപ്പെടുക, കാനാൻ അവിടെ ശാപഗ്രസ്തമാകുക. പിന്നീട് അങ്ങോട്ട് കാനാനും അവൻ്റെ തലമുറയും ആ ദേശവും മുഴുവൻ ശാപഗ്രസ്തമായി. ഇന്നും മാറ്റമില്ല എന്നുള്ളതാണ്.
യാതൊരു വിധ മാറ്റവും ഇല്ല. ചെയ്ത പാപം എന്തോ? അപ്പൻ്റെ നഗ്നത പരദൂഷണമായി സ്വന്തം സഹോദരങ്ങളുടെ ഇടയിൽ അത് പ്രദർശിപ്പിച്ച് അവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. കാനാൻ കൊലപാതകം ചെയ്തോ? ഈ പറയുന്ന കാനാൻ്റെ അപ്പനായ ഷേം കൊലപാതകം ചെയ്തോ? ഷേമല്ല, ഹാമല്ലേ? ഹാം കൊലപാതകം ചെയ്തോ? ഇല്ല. വേറെ ആരെങ്കിലും ഇമാതിരി ഉപദ്രവിക്കുകയോ വ്യഭിചാരം ചെയ്യുകയോ വല്ലതും ചെയ്തോ? ഇല്ല. ആകെ ചെയ്ത കാര്യം എന്താണ്? വളരെ നിസ്സാരമായ ഒരു പാപമേഖല. എന്താണ്? ഒരു പരദൂഷണം പറഞ്ഞു. മറ്റുള്ളവരോട് കുറച്ച് കുറ്റം, അപ്പൻ്റെ കുറ്റം, ദേ ആ പുള്ളി കള്ളും കുടിച്ച് അവിടെ കിടക്കുന്നുണ്ടോ, വൃത്തികെട്ടവൻ തന്തപ്പടി അവിടെ കള്ളും കുടിച്ചിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തുണിയില്ലാണ്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? ആരൊക്കെയാണ് കാനാൻകാർ? ഈ കാനാൻകാർ വന്നിരുന്ന ദേശം, അവർ കൂടുതലായി കീഴടക്കിയ പ്രദേശം എവിടെയൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയോ, അവരുടെ പ്രധാനപ്പെട്ട സ്ഥലം സോദോം, ഗൊമേറ, വെസ്റ്റ് ബാങ്ക്, ലെബനൻ, സിറിയ, ഈ പറയുന്ന ദേശങ്ങളാണ് ഇവർ പാർത്ത സ്ഥലം. വെസ്റ്റ് ബാങ്ക്, സിറിയ, സോദോം, ഗൊമേറ, ലെബനൻ, സിറിയ, ഇതാണ് ഇവരുടെ ഈ കാനാൻകാരുടെ പ്രദേശം. ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇന്ന് സമാധാനമുണ്ടോ? സോദോം ഗൊമോറ അന്ന് തന്നെ നശിപ്പിക്കപ്പെട്ടു അല്ലേ? പാപത്തിൽ, വൻ പാപത്തിൽ, ഏറ്റവും വലിയ പാപത്തിലേക്ക് അവർ പോയി. ഏത് പാപമാണ്? സ്വവർഗഭോഗം എന്ന് പറയുന്ന ഏറ്റവും മാരകമായ ഒരു പാപത്തിലേക്ക് അവർ പോയി. എന്നാൽ കാനാൻ വ്യഭിചാരം ചെയ്തതാണോ? കൊലപാതകം ചെയ്തവനാണോ? നിസ്സാരമായ പാപമാണ് കാനാൻ്റെ അപ്പൻ്റെ പാപം ശാപമായി വന്നത്. പക്ഷെ താഴോട്ട് വന്നു കഴിഞ്ഞപ്പം ആ ശാപത്തുമ്മയാണ് ആര് പിടിച്ചത്? പിശാച് വർഷങ്ങളായി, കാലങ്ങളായി പിടിച്ചു വെച്ചത്. അതുകൊണ്ടാണ് അവരെ ആ പാപത്തിലേക്ക്, ഈ പറയുന്ന സ്വവർഗഭോഗം എന്ന പാപത്തിലേക്ക് അവരെ നടത്തിക്കൊണ്ടിരുന്നു. വലിയ തിന്മയിലേക്ക് അവരെ കൊണ്ടുപോയി, വലിയ തകർച്ചയിലേക്ക്. ഇനി വെസ്റ്റ് ബാങ്കിൻ്റെ അവസ്ഥ എന്താ? അഷ്കലോൺ എന്താ അവസ്ഥ? ഗാസ എന്താണ് അവസ്ഥ? സിറിയ എന്താണ് അവസ്ഥ? ലെബനോൺ എന്താ അവസ്ഥ? ഈ രാജ്യങ്ങളിൽ, ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സമാധാനമുണ്ടോ? ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് യുദ്ധമല്ലാതെ എപ്പോഴെങ്കിലും അവർ സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അവർക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല എന്നുള്ളതാണ് നഗ്നമായൊരു സത്യം. അതായത് കാനാൻകാർ എവിടെയൊക്കെ പ്രവേശിച്ചോ, എവിടെയൊക്കെ നടന്നോ, ഈ കാനാൻകാർ നമുക്കറിയാം 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ വന്നു കഴിഞ്ഞപ്പം ആദ്യം അവർ നശിച്ചു. അതിനെ നശിച്ചതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഇസ്രായേലിനോടുള്ള അനുഗ്രഹം മാത്രമല്ല, വാഗ്ദത്തം മാത്രമല്ല, അവരുടെ പാപമാണ് നിങ്ങളെ ഇന്ന് കാനാൻ ദേശത്ത് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. യഹോവ സർവശക്തനായ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കഴിവല്ല, നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടല്ല, നിങ്ങളോടുള്ള വാഗ്ദത്തമല്ല, അവന്മാരുടെ പാപമാണ് അവരെ കീഴ്പ്പെടുത്തി നിങ്ങൾ ഈ ദേശം സ്വന്തമാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടെയെങ്കിലും കാനാൻ, ആ ദേശം അല്ലെങ്കിൽ ആ വർഗം എവിടെയെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടോ? പിന്നീട് ഇങ്ങോട്ട് തലമുറയായി തകർന്നു കിടക്കുക. ഇപ്പം ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഒരു കാനാൻകാരനുണ്ടെന്ന് വിചാരിക്കുക. അതായത് കാനാൻ, പൂർവ്വപിതാവായ കാനാൻ്റെ തലമുറയായ ഏതെങ്കിലും ഒരു മക്കളുണ്ടെന്ന് വയ്ക്കുക. അവൻ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു സുവിശേഷകൻ പറയുകയാണ്, എടാ നിൻ്റെ പൂർവ്വപിതാവ് കാനാനല്ലേ, കാനാൻ അന്ന് ചെയ്ത ഈ ചെറിയ പാപമാണെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമോ? അവൻ അംഗീകരിക്കുമോ? അവൻ ഏറ്റുപറയുമോ? അങ്ങനത്തെ വൃത്തികെട്ട ദൈവമാണെങ്കിൽ, അതായത് ഞാൻ ചെയ്ത പാപമല്ല, അവൻ്റെ അപ്പം ചെയ്ത പാപം മൂലം ഞാൻ ശപിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എങ്ങനെ തന്നെ കിടന്നോട്ടെ. അങ്ങനത്തെ ഒരു ദൈവത്തെ എനിക്ക് വലിയ താല്പര്യമില്ല, ആ ദൈവത്തെ എനിക്ക് വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ആ ദൈവത്തിനെതിരെ വീണ്ടും പഴി പറയും. ആരെങ്കിലും തിരിച്ച് ദൈവത്തിലേക്ക് വരുമോ? ദൈവസന്നിധിയിലേക്ക് വരുമോ? ഇത് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിശാച് എപ്പോഴും ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള മേഖലയെ പിടിക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കും അവൻ ഏറ്റവും ശക്തമായ പാപത്തെ പിടിക്കുന്നത്, നമ്മുടെ മാരകമായ പാപം. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നോക്കുക. ആദ്യമായിട്ട് ദൈവവചനം കേട്ടപ്പം ഏറ്റവും മാരകമായ പാപത്തെയല്ലേ നിങ്ങൾ ഓർത്തത്? ഒരു പക്ഷേ അബോർഷനാകാം, ഒരു പക്ഷേ നമ്മൾ ചെയ്ത ഏതെങ്കിലും മോശപ്പെട്ട പാപങ്ങളാകാം, എന്തുമാകട്ടെ, ഏതൊക്കെയോ മാരകമായ പാപം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ കുത്തു തോന്നി. അയ്യോ, ഞാൻ ചെയ്തത് പാപമാണല്ലോ, തിന്മയാണല്ലോ. അപ്പം തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ചിലപ്പം 1-2 വർഷം നമ്മൾ ഈ പാപം ഏറ്റുപറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ വർഷങ്ങളോളം നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഇപ്പോഴും കർത്താവിന് മുമ്പിൽ, കർത്താവേ ഞാനിന്ന് ചെയ്തു പോയല്ലോ എന്ന് പറയാം. ഇപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാനിപ്പോൾ റീസെൻ്റ്ലി തൊട്ട് മുമ്പേ എൻ്റെ മദ്യപാനം എന്ന് പറയുന്ന ഒരു പാപത്തെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ഏറ്റുപറഞ്ഞു. കാരണം എന്താ? എനിക്കറിയാം ഞാൻ അന്ന് മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ മേഖല ഞാൻ ഇപ്പോഴും സുവിശേഷം പറയുമ്പോഴും പലപ്പോഴും അത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക.
ദൈവസന്നിധിയിൽ അത് പലപ്പോഴായി ഏറ്റു പറഞ്ഞതാണെങ്കിലും ഞാൻ പരസ്യമായി സുവിശേഷത്തിൻ്റെ വേദിയിൽ വീണ്ടും വീണ്ടും അത് പറയുന്നതിൻ്റെ കാരണം ആ പാപത്തിൻ്റെ ഗൗരവം, ഞാൻ അതിൻ്റെ പുറത്ത് ചെയ്തു കൂട്ടിയ പാപമേഖല എത്രത്തോളം മാരകമാണെന്ന് എനിക്ക് ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് നിരന്തരം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ഏതെങ്കിലും മേഖല എൻ്റെയോ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെയോ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള, അവർ പാപമെന്ന് പരിഗണിക്കാത്ത, തിന്മയെന്ന് പരിഗണിക്കാത്ത, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം ഇന്നും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ സാത്താൻ ബന്ധനമായി ക്ലെയിമായി പിടിച്ചു വച്ചിരിക്കുന്ന, എനിക്കെതിരെ ഒരു അവകാശമായി, എനിക്കെതിരെ ഒരു അധികാരമായി ഇന്നും പിടിച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലും മേഖലകൾ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവേ അവിടുന്ന് വെളിപ്പെടുത്തണമേ. സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തണമേ. സർവശക്തനായ ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യമേ അവിടുന്ന് സർവശക്തനാകിയാൽ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ അവിടുന്ന് ഞങ്ങൾക്കത് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. പിശാചിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല, നിങ്ങൾ സാത്താനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ചില മേഖലകളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് പിശാചിനെ കുറിച്ച് പഠിക്കുന്നത്? സാത്താനെ കുറിച്ച് പഠിക്കുന്നത് എന്താ? സാത്താൻ നമ്മളെ വല്ലതും അനുഗ്രഹം വല്ലതും തരാനാണോ? അല്ല, അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാണല്ലോ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാണല്ലോ. അപ്പോൾ നമ്മൾ അറിവുള്ളവരാകണം, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വീണു പോകും. ചില മേഖല ചിലപ്പോൾ ഇപ്പോഴും കെട്ടഴിയാതെ കിടക്കുന്നതിൻ്റെ കാരണം, യേശുക്രിസ്തുവിൽ ഒരുവൻ രക്ഷ പ്രാപിച്ചു, നിത്യജീവൻ എന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരുവൻ മരണപ്പെട്ട് ദൈവരാജ്യത്ത് ചെല്ലും, നിത്യജീവൻ, സ്വർഗരാജ്യം അവൻ പ്രവേശിക്കും. പക്ഷേ സാത്താൻ എന്തെങ്കിലും ക്ലെയിം ചെയ്ത് പിടിച്ചു വെച്ചാലുള്ള പ്രശ്നം, അവൻ നിത്യജീവനിലെത്തുമെങ്കിലും ഈ ജീവിതത്തിൽ അവനൊരു ഉയർച്ച ഉണ്ടാകത്തില്ല, ഈ ജീവിതത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. അവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടാതെ കഷ്ടതയിൽ, ദുരിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പോകാതിരിക്കണം, ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് സാത്താനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് പരിശോധിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പം പലരും പറയുന്നത്, എന്തിനാണ് ഇത്ര പ്രതി സാത്താനെ കുറിച്ച് പഠിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് പഠിച്ചാൽ പോരെ. അത് സാത്താൻ്റെ മറ്റൊരു തന്ത്രമാണ്. കാരണം അവനെക്കുറിച്ച് ആരും അറിയരുത്, പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ആരും മനസ്സിലാക്കരുത്. അതിനുവേണ്ടി അവൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഷുഗർ കോട്ടഡ് ഡയലോഗാണ്, ഓ സാത്താനെ കുറിച്ച് എന്തിനാണ് പഠിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് പഠിച്ചാൽ പോരെ. ശരിയാണ്, ദൈവത്തെക്കുറിച്ച് പഠിച്ചാൽ മതി, പക്ഷേ സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണമെന്ന് ദൈവാത്മാവ് നമ്മളെ ബോധ്യം തരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മേഖലകൾ പഠിക്കുന്നത്. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, നമുക്കെതിരെ നിരന്തരം പഴി പറയുന്ന ഒരുവൻ ആരുടെ സന്നിധിയിൽ ഉണ്ടായിരുന്നു? ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. ആ വാക്യം, അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച മോളെ. രാപ്പകൽ, അതായത് രാവും പകലും, 24/7, 24 മണിക്കൂറും, ആഴ്ചയിൽ 7 ദിവസവും, മാസത്തിൽ മുഴുവൻ ദിവസവും, വർഷത്തിലെ 365 ദിവസവും നമുക്കെതിരെ ഒരുവൻ എന്ത് ചെയ്യുക? പഴി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കെതിരെ നമ്മൾ ചെയ്ത ചെറിയ കുറ്റങ്ങൾ പോലും അവൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പഴി പറഞ്ഞ് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ. അവൻ ആരാണ്? പിശാച്, സാത്താൻ. അവൻ വീണുപോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വചനം പറയുന്നത്. രാപ്പകൽ, ഒന്നുകൂടി വായിച്ചോ. രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവൻ വലിച്ചെറിയപ്പെട്ടു. സാത്താൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ അവന്റെ തകർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നീട് സംഭവിക്കാനിരിക്കുന്ന വലിയ നാശം, സാത്താന്റെ വലിയ തകർച്ചയെക്കുറിച്ചാണ് ഇവിടെ വചനം പറയുന്നത്. രാപ്പകൽ നമുക്കെതിരെ പഴി പറയുന്നവൻ വീണുപോയല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജോബിനെ കുറിച്ച് ദൈവസന്നിധിയിൽ പറഞ്ഞ ഒരു സാത്താൻ, മോശയെ ചൊല്ലി, അവൻ്റെ ശരീരത്തെ ചൊല്ലി ദൂതന്മാരുടെ മുൻപിൽ, പ്രധാന ദൂതന്മാരുടെ മുൻപിൽ വാദിച്ച ഒരു സാത്താൻ നമ്മളെക്കുറിച്ച് വാദിക്കൂല്ലേ? നമ്മളെക്കുറിച്ച് പഴി പറയൂല്ലേ? മോശയേക്കാൾ നീതിമാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ടോ? ജോബിനേക്കാൾ എളിമയുള്ളവരും വിശുദ്ധിയുള്ളവരും ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ടോ? ദൈവം ജോബിനെ കുറിച്ച് പറയുന്നത്, നിഷ്കളങ്കനായ എൻ്റെ ദാസനായ നീതിമാനായ ജോബിനെ നീ കണ്ടുപോകുന്ന ചോദിക്കുന്നത്. അങ്ങനെ ദൈവം നീതിമാൻ എന്ന് പറയുന്ന നിഷ്കളങ്കനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുകയോ? ഒരു രൂപക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? ആരുമില്ല, നമ്മളാരുമില്ല. ഞാനില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു തരത്തിലും എനിക്ക് അതിന് അവകാശപ്പെടാൻ 1% പോലും പറ്റത്തില്ല.
അപ്പോൾ ജോബിനെ കുറിച്ച് വാദിച്ചെങ്കിൽ, മോശയെക്കുറിച്ച് വാദിച്ചെങ്കിൽ, നമ്മളെക്കുറിച്ച് രാപ്പകൽ വാദിക്കാൻ അവനിങ്ങനെ നീണ്ട നിര കിടക്കുകയായിരിക്കും. അവൻ തന്നെ വേണ്ടെന്ന് വെച്ചാൽ കുറേ സാധനം കിടക്കായിരിക്കും. നമ്മൾ ഒരെണ്ണം ശരിയാക്കി വരുമ്പം അവൻ അടുത്തമ്മ പിടിക്കും, അത് ശരിയാക്കി വരുമ്പം അവൻ അടുത്തമ്മ പിടിക്കും. എപ്പോഴും അവൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഒന്ന് വീശിയിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. പിശാചിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അപ്പോൾ ഉറക്കം വരും. എനിക്കറിയാതെ സാത്താനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ഇടയിൽ അവൻ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഉറക്കം. എങ്ങനെയെങ്കിലും അത് കേൾപ്പിക്കാതിരിക്കുക. ബാക്കിയെല്ലാം കേൾപ്പിക്കും, ഇത് മാത്രം കേൾപ്പിക്കാതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്തുതിപ്പിക്കുക, ഒന്ന് ഹല്ലേലൂയ എന്ന് പറയിപ്പിക്കുന്നത്. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടോ, കുഴപ്പമില്ല, നമുക്ക് കാര്യം മനസ്സിലാവണമല്ലോ. അപ്പം ജോബിനെതിരെ, ജോബിൻ്റെ 2-ാം അധ്യായം, ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. ജോബ് അതിൻ്റെ 2-ാം അധ്യായം 3-ാം വാക്യം. കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ക്വാളിറ്റി ഒക്കെ നോക്കി. നിഷ്കളങ്കൻ, നീതിമാൻ, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവൻ, അങ്ങനെയുള്ളൊരു ജോബിനെ നീ കണ്ടുപോകുന്ന ചോദിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പം, അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിച്ചെങ്കിലും അല്ലേ? അകാരണമായി, കാരണം കൂടാതെ ജോബിനെ നശിപ്പിക്കാൻ ആര് സമ്മതിപ്പിച്ചു എന്ന് പറയുന്നേ? ഇതാരെക്കുറിച്ച് പറയുന്നേ? സാത്താനെ കുറിച്ചാണ് പറയുന്നത്. സാത്താൻ ദൈവത്തോട് നിരന്തരമായി അപേക്ഷിച്ച് കാരണം കൂടാതെ ജോബിനെ കഷ്ടപ്പെടുത്താൻ എന്ത് ചെയ്തു? അനുവാദം വാങ്ങി. ഇവിടെ ഒരു വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം അകാരണമായി നമ്മളെ നശിപ്പിക്കാൻ അവസരം കൊടുക്കുന്നവനാണോ നമ്മുടെ ദൈവം? ദൈവം നീതിമാനല്ലേ? ഒരു കാരണവുമില്ലാതെ ജോബിൻ്റെ മേൽ ഇത്രയും വലിയൊരു കഷ്ടത വരുത്താൻ ദൈവം സമ്മതിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യമായിട്ട് കിടക്കുക. ഒന്നുകൂടെ വാക്യം വായിച്ചോ, അകാരണമായി തുടങ്ങി വായിച്ചോ. അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. ദൈവം പറയുന്ന, ദൈവം നുണ പറയോ? ദൈവം നുണ പറയത്തില്ല. അപ്പോൾ ദൈവം എന്താ പറഞ്ഞ്? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചു. പിശാച് ദൈവസന്നിധിയിൽ ജോബിനെ നശിപ്പിക്കാൻ അനുവാദം വാങ്ങി, കാരണം കൂടാതെ. അകാരണമായി, ഒരിക്കലും അകാരണമായി എന്ത് ചെയ്യില്ല, ദൈവം ജോബിനെ നശിപ്പിക്കാൻ സമ്മതം കൊടുക്കത്തില്ല. അപ്പം എന്തുകൊണ്ട് ജോബിനെ നശിപ്പിക്കാൻ ദൈവം അനുവദിച്ചു? 2-3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദൈവസന്നിധിയിൽ ജോബ് നീതിമാനാണ്. ദൈവം ജോബിനെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു. ജോബിൻ്റെ പുസ്തകം മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്താലേ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ചെറിയ സമയം കൊണ്ട് അത് മുഴുവൻ അത്രയും അധ്യായങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വലിയ പാടുള്ള വിഷയമാണ്. ജോബ് തന്നെ പറയുന്നുണ്ട്, നീ എന്നിൽ പാപം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും എന്നിൽ പാപമുണ്ട്. ദൈവമേ, നീ എന്നിൽ പാപം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും എന്നിൽ പാപമുണ്ട്. പക്ഷെ ദൈവം ജോബിനെ കാണുന്നത് നീതിമാനായിട്ടാണ്. കാരണം ദൈവസന്നിധിയിൽ അവൻ പാപങ്ങളെ എപ്പോഴും നിരപ്പാക്കിക്കൊണ്ടിരുന്നു. ജോബിൻ്റെ ഒരു പ്രത്യേകത, തൻ്റെ മക്കൾ ഏതെങ്കിലും ഒരു വിരുന്ന് നടത്തിയാൽ അവർ പാപം ചെയ്തേക്കുമോ എന്ന് കരുതി അവർക്ക് വേണ്ടി അപ്പം തന്നെ ബലിയർപ്പിക്കും. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി, അതായത് ഓരോ രാത്രികളിലും ദൈവസന്നിധിയിൽ പോയി കൈ ഉയർത്തി, കർത്താവേ, ഞാൻ ഇന്ന് പകൽ എൻ്റെ കണ്ണുകൊണ്ട്, ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ചെയ്തു പോയിട്ടുള്ള കാരണങ്ങളെല്ലാം സമർപ്പിച്ച്, കർത്താവേ കരുണയുണ്ടാകണമേ. കഴുകാറില്ലേ? യേശുവിന് മുമ്പ് നിരപ്പാകാറില്ലേ? കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറയാറില്ലേ? ഇതുപോലെ ജോബ് തനിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിന് അവൻ്റെ മേൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ മേഖല കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ദൈവം അത് കണക്കിലാക്കുന്നില്ല, ദൈവം അത് കണക്കിലെടുക്കുന്നില്ല. ഒന്നാമത്തെ കാരണം അതാണ്. 2, ദൈവം ഭൂമിയെ മനുഷ്യനെ ഏൽപ്പിച്ചു. നീ പെറ്റുപെരുകി ഭൂമിയെ കീഴടക്കി സകല അധികാരങ്ങളും സ്ഥാപിക്കുന്നെന്ന് പറഞ്ഞു. പിശാച് ആദത്തെ വഞ്ചിച്ച്, ഹവ്വയെ വഞ്ചിച്ച് ഭൂമിയുടെ അധികാരം അവൻ്റെ മേലാക്കി. പിശാച് ആ പ്രവൃത്തി കൊണ്ട് ഈ ഭൂമിയുടെ സകല അധികാരവും അവൻ വാങ്ങി. യേശു എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അധികാരി, എന്നാൽ അവൻ എൻ്റെ മേലെ അവകാശമില്ല. ബാക്കി എന്തിൻ്റെ മേലെ അവകാശമുണ്ട്? ജോബ് തുടങ്ങിയ സകല നീതിമാന്മാരുടെ മേലെ അവന് അവകാശമുണ്ട്. മനസ്സിലായോ? എല്ലാവരുടെയും മേലെ അവന് അവകാശമുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ അകാരണമായി എന്ന് കർത്താവ് പറയുമ്പോഴും യഥാർത്ഥമായി അവനെ പീഡിപ്പിക്കാനുള്ള അവകാശം കൊടുക്കാനുള്ള ഒരു കാരണവുമില്ല. പക്ഷേ ലോകം ആരുടെ കീഴില? സാത്താൻ്റെ കീഴില. യേശു തന്നെ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 28:19 തുടങ്ങിയ വാക്യങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. അപ്പോൾ ഭൂമിയുടെ അധികാരം ആർക്കുണ്ട്? സാത്താനുണ്ട്. ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യൻ്റെ മേലുള്ള അധികാരം ആർക്കുണ്ട്? പിശാചിനുണ്ട്. ഈ ക്ലെയിം വെച്ചുകൊണ്ടാണ് ജോബിൻ്റെ മേലുള്ള
അല്ലെങ്കിൽ ഏത് നീതിമാന്റെ മേലും അവന് അധികാരം സ്ഥാപിക്കാനുള്ള ഇതുണ്ട്. അല്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരിക്കലും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് കരുതി ജോബ് പാപം ചെയ്തുകൊണ്ടല്ല, ജോബിൻ്റെ പാപം കൊണ്ടല്ല, ജോബ് ചെയ്ത ഏതെങ്കിലും കാരണമുള്ള പാപമല്ല, പകരം ലോകത്തിൻ്റെ മേലുള്ള അധികാരമുള്ള പിശാച് അകാരണമായി തന്നെ എന്ത് ചെയ്യാണ്? നിരന്തരമായി ജോബിനെതിരെ മുറവിളി കൂട്ടി ജോബിനെ തകർക്കാൻ, നശിപ്പിക്കാൻ അതിനൊരു ക്ലെയിമും കൂടി അവൻ ഉപയോഗിക്കുകയാണ്. ആ ക്ലെയിം ഉപയോഗിക്കുന്നത് വളരെ ശക്തമായ മേഖലയാണ് അവൻ ഉപയോഗിക്കുന്നത്. ദൈവസന്നിധിയിൽ പിശാച് പറയുന്നത്, ജോബ് നിന്നെ സ്തുതിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടുള്ളതുകൊണ്ടാണ്, നീ അവനെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്, അവൻ നിന്നെ ഭയപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്, ആ സംരക്ഷണം നീ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. നീ ഒരു രോഗം കൊടുത്തു നോക്കിയേ, അവൻ നിന്നെ തള്ളി പറയും. നീ ഒരു കഷ്ടത കൊടുത്തു നോക്കിയേ, അവൻ നിന്നെ തള്ളി പറയും. അവൻ്റെ ഭൗതികമായ സമ്പത്തിനെ നീ നശിപ്പിച്ചു നോക്കിയേ, അവൻ നിന്നെ തള്ളി പറയും. ഞാൻ കാണിച്ചു തരാൻ തള്ളി പറയുന്നത്. ഇതാണ് ദൈവസന്നിധിയിൽ സാത്താൻ വയ്ക്കുന്ന ക്ലെയിം. അവിടെയാണ് ദൈവം ജോബിനെ വിട്ടുകൊടുക്കുന്നത്. നീ ചെയ്തോ, ജീവനല്ലാതെ ബാക്കിയെന്നും നീ തൊട്ടോ, അവൻ എന്നെ തള്ളി പറയത്തില്ല. ഇത് ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്, ജോബിന് അത്ര സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവം ജോബിനെ വിട്ടുകൊടുക്കുന്നത്. നമ്മളെ വിട്ടുകൊടുക്കാത്തതിൻ്റെ കാരണം നമ്മളത്ര വിശ്വാസമില്ല ദൈവത്തിന്. ഇവനൊക്കെ ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ ദൈവത്തെ തള്ളി പറയുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് കല്ലേറിന് മുമ്പിലേക്കൊന്നും നമ്മളെ വിട്ടുകൊടുക്കാത്ത ദൈവം. ദൈവത്തിന് അറിയാം നന്നായിട്ട്, നമ്മുടെ ഹൃദയം അറിയാവുന്നവനാണ് ദൈവം. അതുകൊണ്ട് അത്രയൊന്നും വിട്ടുകൊടുക്കാതെ എന്ന് പറഞ്ഞേ ഹാലലൂയ, ഹാലലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഒറിജിൻ, സഭാപിതാവായ ഒറിജിൻ ജോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, ജോബ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണെന്നാണ് പറയുന്നത്. അതായത് പഴയ നിയമത്തിലെ ജോബിനെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ അകാരണമായി അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. യേശു ശിക്ഷിക്കപ്പെട്ടത് കാരണം കൂടാതെയാണോ കാരണത്താലാണോ? ഉറക്കെ പറ, കാരണം കൂടാതെയാണോ കാരണത്താലാണോ? കാരണം കൂടാതെ. എന്നാൽ യേശു ശിക്ഷിക്കപ്പെട്ടത് കാരണത്താലാണ്, പാപത്താലാണ്. ആരുടെ പാപത്താലാ? നമ്മുടെ പാപത്താലാണ്. അപ്പോൾ കാരണമില്ലേ? കാരണമുണ്ട്. എന്താ കാരണം? നമ്മളെ രക്ഷിക്കേണ്ടതിന് നമ്മളുടെ പാപം മൂലം അവൻ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ അവൻ്റെ പാപം മൂലമല്ല, അവൻ്റെ പാപം നിമിത്തമല്ല, അവൻ ചെയ്ത ഏതെങ്കിലും മേഖലയല്ല. ഇതുകൊണ്ടാണ് ഒറിജിനൊക്കെ ഇങ്ങനെ, അതായത് ജോബ് അത് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന് പറയാനുള്ള കാരണം. സെൻറ്റ് അഗസ്റ്റിനും എവിടെയോ ഇങ്ങനെ ഒരു കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒറിജിൻ്റെ ഒരു ബുക്കിലാണ് മെയിനായിട്ട് ഈ സാധനം കിടക്കുന്നത്. ജോബ് യേശു ക്രിസ്തുവിൻ്റെ നിഴലായി നമുക്ക് കാണാമെന്ന് പറയുന്നത് അകാരണമായി, എന്നാൽ കാരണമുണ്ട്. കാരണമാകട്ടെ അവൻ്റെ അല്ല, അവനെ ദൈവം നീതീകരിച്ചു, അവൻ ദൈവത്തിൻ്റെ നീതിമാനാണ്. പക്ഷേ ലോകത്തിൻ്റെ കാരണങ്ങൾ അവൻ്റെ മേലുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വ്യാഖ്യാനമൊക്കെ വെച്ചിരിക്കുന്നത്. ഹാലലൂയ്യ, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഹാലലൂയ്യ, ശക്തിയോടെ സ്തുതിച്ചേ. ഹാലലൂയ്യ, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. യേശുവേ നന്ദി, 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 നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ. ലൂക്കാ സുവിശേഷം അതിൻ്റെ 13:16 വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കാ 13:16 വാക്യം. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട് അവന്റെ പ്രതിയോഗികളെല്ലാം. ഈ വിഷയം നിങ്ങൾക്കറിയാം, ബൈബിളിൽ ഞാനൊരു വാക്യം മാത്രം എടുക്കുന്നതിൻ്റെ കാരണം ഈ സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴായിട്ട് പ്രസംഗിച്ചു പോയിരിക്കുന്നത്, നിങ്ങൾ കേട്ടിരിക്കുന്ന വിഷയമാണ്. ഒരുപാട് ആഴത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? 18 വർഷം കൂനിയായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. യേശു എന്താ പറയുന്നത്? ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ. ആര് ബന്ധിച്ചു എന്ന് പറയുന്നത്? സാത്താൻ ബന്ധിച്ചു. സാത്താൻ ബന്ധിച്ചപ്പോൾ 18 വർഷം ഇവർക്ക് എന്ത് പറ്റി? ഇവള് കൂനിയായിപ്പോയി. ഇവക്ക് നിവരാൻ പറ്റുന്നില്ല, ശാരീരികമായി ഇവക്ക് നിവരാൻ പറ്റുന്നില്ല, ഉയരാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പാർക്കിൻസൺസ് പ്രശ്നമുള്ള ഒരു ചേട്ടനെ ഞാൻ കണ്ടു. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം പേഴ്സണലി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പെട്ടെന്ന് ആളെ മനസ്സിലാവും, അതുകൊണ്ടാണ്. എന്തായാലും ഒറ്റ കാര്യം പറയാം, കോടിക്കണക്കിന് സ്വത്തുള്ള ഒരാളാണ്. അപ്പോൾ ഈ കഴുത്ത് ഫുള്ള് ബ്ലോക്കാണ്, ഒന്നും അനങ്ങില്ല, ഫുള്ള് ക്ലോസ്ഡ് ആണ്, ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ആൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ പുള്ളി ഇങ്ങനെ നോക്കും, പക്ഷെ എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നോട് പേഴ്സണലി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴത്തെ സൈഡിൽ നിൽക്കുമ്പം ഡെസ്റ്റിൻ എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ട് പുള്ളി ഇങ്ങനെ തിരിയുമ്പോൾ ഞാൻ മനസ്സിലാക്കിക്കോണം ആൾ എന്നോടാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷെ എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. പേഴ്സണലി എൻ്റെ കണ്ണിലേക്ക് നോക്കാനോ എൻ്റെ മുഖത്ത് നോക്കാനോ പുള്ളിക്ക് കഴിയുന്നില്ല. കോടിക്കണക്കിന് രൂപ പുള്ളി ചിലവാക്കി ട്രീറ്റ്മെൻറ്റിന്, ചികിത്സയ്ക്ക്, പക്ഷെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല.
അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സൂര്യനെ നോക്കാൻ പറ്റുമോ? ആകാശം നോക്കാൻ പറ്റുമോ? മുകളിലേക്ക് നോക്കാൻ പറ്റുമോ? നോക്കണമെങ്കിൽ പുള്ളിക്ക് കസേരമ്മ കിടന്നിട്ട് ഫുള്ള് ചരിച്ച് നോക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഒരാളുടെ ഫേസ് ടു ഫേസ് ഒന്നും നോക്കാൻ പറ്റാതെ വരുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര അപകടകരമാണ്. എന്നിട്ട് നിങ്ങൾ ഈ കൂനിയുള്ള സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്ക്. 18 വർഷം കൂന് പിടിച്ച സ്ത്രീ, ഇവളിങ്ങനെ നിവറാൻ കഴിയാതെ സാത്താൻ ബന്ധിച്ചിരിക്കുക എന്ന് പറയുന്നത്. എന്ത് റീസൺ ആയിരിക്കും? എന്ത് കാരണമായിരിക്കും? ഇവൾ എവിടെ വെച്ചാണ് കാണുന്നത്? സിനഗോഗിൽ വെച്ചാണ് യേശു കാണുന്നത്. സാബത്ത് ദിവസമാണ് യേശു കാണുന്നത്. അപ്പോൾ ഇവൾ സ്ഥിരമായി സിനഗോഗിൽ വരുന്നവളാണ് അല്ലേ? പ്രാർത്ഥിക്കാത്തവളല്ല, അബ്രാഹത്തിൻ്റെ ദൈവത്തെ സ്തുതിക്കാത്തവളല്ല, ജെറുസലേം ദേവാലയത്തിൽ പാപപരിഹാരത്തിന് പോകാത്തവളല്ല. ഇതൊക്കെ ഓക്കെ, നമുക്ക് ഊഹിക്കാലോ. എന്തായാലും സിനഗോഗിൽ ആഴ്ചയിൽ സാബത്ത് ദിവസം സിനഗോഗിൽ വചനം കേൾക്കാൻ അവൾ വരുന്നുണ്ടെങ്കിൽ അവൾ വർഷത്തിലൊരിക്കൽ ദേവാലയത്തിൽ പോകുന്നുണ്ട്, പാപപരിഹാര ബലി സമർപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും 18 വർഷമായിട്ട് ഇവൾ കൂനിയ, ഇവൾക്ക് നിവരാൻ പറ്റിയിട്ടില്ല. റീസൺ എന്താ? കാരണം എന്താ? എന്തായിരിക്കാം കാരണം? എന്താണ് 18 വർഷമായി ഇവൾക്ക് നിവരാൻ പറ്റാത്തതിൻ്റെ കാരണം? വളരെ ചെറിയൊരു കാര്യമാണ്. സെയിൻറ്റ് അഗസ്റ്റിനാണ് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. എന്താണ് 18 വർഷം അവളെ കൂനിയാക്കിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം? 18 വർഷത്തെക്കുറിച്ചുള്ള കണക്ക് വെച്ചിട്ട് വേറൊരു പിതാവ് വേറൊരു സംഭവം പറയുന്നുണ്ട്, അത് ഭയങ്കര രസമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അഗസ്റ്റിൻ പറയുന്നത് ഇവളുടെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. ആത്മീയ കാര്യത്തിൽ ഇവൾ യാതൊരുവിധ ശ്രദ്ധയും വയ്ക്കുന്നില്ല. അഗസ്റ്റിൻ ഇത് പറയാനുള്ള കാരണമുണ്ട്. ദാവീദ് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് യഹോവ എൻ്റെ ഉറവിടം, എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഇവൾ 18 വർഷമായിട്ട് ഇവൾ കൂനിയായിട്ട് കിടക്കുന്നതിൻ്റെ കാരണം ഇവൾ ഈ ഭൂമിയിലെ കാര്യത്തെ മാത്രം ശ്രദ്ധ വയ്ക്കുന്നു, സ്വർഗത്തിലേക്ക് അവൾ തിരിയുന്നില്ല. കൊളോസ്യ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഒരു വാക്യം എടുത്തിട്ട് നമ്മളാകട്ടെ ഉന്നതത്തിലേക്ക് നോക്കുന്നു, മറ്റുള്ളവരാകട്ടെ ഈ ഭൂമിയിലെ നശ്വരമായ, നശിക്കുന്ന, നിലനിൽക്കാത്ത ലൗകികമായ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. അതുകൊണ്ടാണ് അവൾ 18 വർഷം കൂനിയായിട്ട് കിടന്നതെന്നാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ കിടക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളിൽ പലരും ഈ മേഖലയാണ്. ഭൗതികമായ കാര്യങ്ങളിലേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സ്വർഗത്തിലെ നശിക്കാത്ത ഉന്നതങ്ങളിലെ കാര്യത്തിലേക്ക് എത്ര പേര് ശ്രദ്ധ വയ്ക്കുന്നുണ്ട്? പണം 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 പണം, സമ്പത്ത്, ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇതിലേക്ക് മാത്രം ഒരുവൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ അത് പാപമാണോ? അത് പാപമാണോ? ഇവള് കൊലപാതകം ചെയ്തിട്ടില്ല. കൊലപാതകം ചെയ്തോ 18 വർഷം കൂനിയാക്കാൻ? ഇല്ല. വ്യഭിചാരം ചെയ്തിട്ട് പറയുന്നില്ല. പകരം ഭൗതികമായ, ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം വ്യഗ്രത വെച്ചുകൊണ്ട്, ലോകത്തെ കാര്യത്തെ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവളുടെ ആവശ്യത്തിന്, അനുദിനമായി അവൾക്ക് ലഭിക്കേണ്ട കാര്യത്തിന് മാത്രം അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മറ്റൊന്നിനെക്കുറിച്ച് അവൾ ചിന്തിച്ചില്ല. അതായിരുന്നു അവളുടെ പാപം എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. സാത്താൻ എന്തുമേ പിടിച്ചേ? 18 വർഷം അവളെ ലോക്ക് ചെയ്തേ. അവൾ ചെയ്ത കൊലപാതകമാണോ? അവൾ ചെയ്ത മാരകമായ എന്തെങ്കിലും പാപത്തെയാണോ? അല്ല, വളരെ ലിമിറ്റഡായ, വളരെ ചെറിയ പാപം, ഏറ്റവും ചെറിയ പാപത്തുമേ അവൾ പിടിച്ചേ. മാരകമായ വേറെ ഉണ്ടാകാം, പക്ഷെ അതുമൊന്നും അവള് സാത്താൻ പിടിക്കുന്നില്ല. പകരം അവളെ കൂനിയാക്കി 18 വർഷം ഇട്ടു. ആ 18 വർഷം അവളെ കൂനിയാക്കിയിട്ട പാപമേഖലയാണ് പറയുന്നത്. ലൗകികമായ കാര്യത്തിലേക്ക് അവൾ വ്യഗ്രത വെച്ചു. ഇതിനെക്കുറിച്ച് മറ്റൊരു പിതാവ്, ഞാൻ ആ പിതാവിൻ്റെ പേര് മറന്നുപോയി, ഞാൻ വായിച്ചൊരു സംഭവമാണ്. പുള്ളി പറഞ്ഞൊരു കണക്കുണ്ട്. 18 വർഷം, എന്തുകൊണ്ട് 18 വർഷമായപ്പോൾ ദൈവം അവളെ വിടുവിച്ചു എന്നുള്ളതിൻ്റെ കണക്ക്. ദൈവം 6 ദിവസമാണ് എന്ത് ചെയ്തത്? ഭൂമിയെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചത്. ഈ പറയുന്ന എല്ലാ സൃഷ്ടികർമ്മം നടത്തിയത്, പ്രവൃത്തി നടത്തിയത് 6 ദിവസമാണ്. 7-ാം ദിവസം എന്ത് ചെയ്തു? വിശ്രമിച്ചു. 6 ദിവസം അവൻ എന്ത് ചെയ്തു? എല്ലാ സൃഷ്ടികർമ്മവും നടത്തി. സൃഷ്ടികർമ്മം മുഴുവൻ ഈ ഭൗതികമായ കാര്യങ്ങളിലേക്ക് നോക്കി അവൾ എന്ത് ചെയ്തു? അവൾ നടന്നു. 6 വർഷമല്ല, അവൾ 18 വർഷം നടന്നു. 6 × 3 666 എന്തിൻ്റെ പ്രതീകമാണ്? 666 666 എന്തിൻ്റെ പ്രതീകമാണ്? സാത്താൻ്റെ പ്രതീകമാണ്. സാബത്ത് ദിവസം, 7-ാം ദിവസം, ദൈവം വിശുദ്ധമായ ദിവസം അവൾ തിരിഞ്ഞില്ല. പകരം അവൾ 6 ദിവസത്തെ പ്രവൃത്തിയിൽ മാത്രം അവൾ ഒതുങ്ങിക്കൂടി. ആ പ്രാവർത്തികമായ കാര്യങ്ങളിൽ, ഈ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവൾ ദൈവത്തെ ആശ്രയിച്ചു. ഈ ഭൗതികമായ കാര്യത്തിന് 7-ാം ദിവസത്തെ വിശുദ്ധിയിലേക്കോ 7-ാം ദിവസത്തിൻ്റെ പൂർണ്ണതയിലേക്കോ അവൾ പോയില്ല. പകരം അവൾ പിശാചിന് അടിമയായി ജീവിക്കാൻ അവൾ തീരുമാനമെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഈ സംഖ്യാശാസ്ത്രമൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന രീതികളുണ്ടായിരുന്നു അന്നത്തെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് 6, 6, 6, 18 വർഷം അവൾ ബന്ധനത്തിലായി കിടന്നതിൻ്റെ കാരണം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുമാകട്ടെ, നമുക്കൊരു കാര്യം മനസ്സിലായി, അവൾ ചെയ്ത മാരകമായ കാര്യമല്ല, പകരം ഈ ഭൂമിയെക്കുറിച്ച് മാത്രം, ഇവിടെയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം. അത് പാപമാണോ? അത് പാപമാണോ?
നമുക്കും ഉണ്ടാവും ആകുലത ഇല്ലേ? മക്കളുടെ വിവാഹത്തെക്കുറിച്ച്, ഭവനത്തെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഈ ഭൂമിയിലെ നശ്വരമായ കാര്യത്തെക്കുറിച്ച് ആകുലത ഇല്ലാത്ത ആരോ ഉള്ളേ? ആരുമില്ല. പക്ഷേ അതിൽ മാത്രം വ്യഗ്രതയായി കഴിഞ്ഞാൽ, ദൈവസന്നിധിയിലേക്ക് അവൾ തിരിയുന്നില്ലെങ്കിൽ അവൾ എന്തായി മാറും? കൂനിയായി മാറും. അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് നോക്കാൻ കഴിയാത്ത വണ്ണം അവൾ എന്ത് ചെയ്തു? കൂനിയാക്കപ്പെട്ടത്. ഉയരാൻ കഴിയാതെ നടുവളച്ച് നിൽക്കുന്നത്. അവിടെയാണ് 7-ാം ദിവസമായ സാബത്ത് ദിവസം അവളെ വിടുവിക്കുന്നത്. ഇത് കർത്താവ് ചെയ്തതിന് പ്രത്യേകമായ കാരണമുണ്ടെന്നാണ് പറയുന്നത്. അതായത് പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ അവർ പറയുന്നത് 7-ാം ദിവസം അവളെ വിടുവിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവളെ 7-ാം ദിവസത്തിലേക്ക് നോക്കണം. കർത്താവിൻ്റെ വിശ്രമത്തിലേക്ക് അവൾ തിരിയണം. യേശു ക്രിസ്തു നൽകുന്ന നിത്യവിശ്രമത്തിലേക്ക്, നിത്യജീവൻ എന്ന സ്വർഗീയ വിശ്രമത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്നുള്ളതാണ് യേശു നൽകുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെസ്സേജ്. അതുകൊണ്ടാണ് സാബത്ത് ദിവസം തന്നെ അവളെ സുഖപ്പെടുത്തിയത്. മറ്റൊരു ദിവസം സുഖപ്പെടുത്താതെ അതേ സാബത്ത് ദിവസം നോക്കി അവളെ സുഖപ്പെടുത്തിയത് നിത്യവിശ്രമമായ ദൈവം നൽകുന്ന യഥാർത്ഥ വിശ്രമത്തിലേക്ക് അവൾ പോകണമെന്ന് ആരാഗ്രഹിക്കുന്നു? യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടേക്ക് നോക്കണമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ആ പാറ്റേൺ നോക്കുമ്പോഴും അപ്പോഴും പാറ്റേൺ എന്തുവാ? മാരകമായതല്ല പിടിച്ചത്, ലഘുവായ പാപത്തിൽ പിടിച്ചു. എത്ര വർഷം കിടന്നു? 18 വർഷം കിടന്നു. ഇന്ന് നമ്മളും 18 വർഷമായ ആരെങ്കിലും ഉണ്ടോ? ആത്മീയതയിൽ വന്നിട്ട് 18 വർഷമായ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ക്രിസ്തുവിലേക്ക് വന്നിട്ട്? ആൻറ്റി ഉണ്ട്, എനിക്കറിയാം. ഓക്കെ ഓക്കെ. അപ്പോൾ 18 വർഷം നമ്മൾ എത്ര വർഷം ചിലപ്പോൾ കിടക്കേണ്ടി വരും? അവൾ ആരാണെന്ന് കർത്താവ് പറയുന്നത്? അബ്രാഹാമിൻ്റെ മകളാണ്. അബ്രാഹാമിൻ്റെ മകൾ എന്തുവാ? അബ്രാഹാമിൻ്റെ മകൾ വാഗ്ദത്തത്തിൻ്റെ സന്തതിയാണ്. അനുഗ്രഹിക്കപ്പെടേണ്ടതാ, വാഗ്ദത്തം പ്രാപിക്കേണ്ടതാ, ഉയരേണ്ടതാ. പക്ഷെ ഉയരുന്നില്ല. അനുഗ്രഹിക്കപ്പെടേണ്ടതാ, അനുഗ്രഹിക്കപ്പെടുന്നില്ല. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം എന്തുവാ? നിന്റെ സന്തതികൾ ആകാശം മുട്ടെ വളരും. മാത്രമല്ല അവർ അനുഗ്രഹിക്കപ്പെടും. സകലത്തിലും അവർ അനുഗ്രഹമായിരിക്കും. ഒന്നിനും അവർക്കൊരു കുറവുണ്ടാകത്തില്ല. ഈ അനുഗ്രഹം പ്രാപിച്ച അബ്രാഹാമിൻ്റെ സന്തതിയായ ഇവളാണ് 18 വർഷമായിട്ട് കൂനിയായിട്ട് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഭൗതികമായി അവൾ എന്ത് ചെയ്തില്ല? ഉയരത്തില്ല. ബന്ധനമായി അവളെ കെട്ടിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. പഴയ നിയമത്തിലൊരു പ്രവാചകനുണ്ട്, ബാലാം പ്രവാചകൻ. നമ്മൾ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചേക്കുന്നതാണ്. ബാലാമിനെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടിരിക്കുന്നത്. ബാലാം കൊല്ലപ്പെട്ടു. ബാലാം പ്രവാചകനായിരുന്നു, ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ഇസ്രായേലിനെ ശപിക്കാൻ പോയി നിൽക്കുന്നതാണ്. എന്നിട്ട് ഇസ്രായേലിനെ ശപിച്ച പുള്ളി ഇല്ല, ഇസ്രായേലിനെ അനുഗ്രഹിച്ചു. ഇസ്രായേലിനെ മുഴുവൻ അനുഗ്രഹിച്ചു. പക്ഷേ ബാലാം ശപിക്കപ്പെട്ടു. ബാലാം ചെയ്ത പാപം എന്തുവാ? സംഖ്യാപുസ്തകം 31:8 ഒന്ന് വായിക്കാം ആദ്യം. സംഖ്യ 31:8. സംഖ്യ 31-ാം അധ്യായം 8-ാം വാക്യം. അവർ യുദ്ധത്തിൽ വധിച്ചവരുടെ കൂട്ടത്തിൽ ഏവി, രേഖ്യം, സൂർ, ഹൂർ, റേബ എന്നീ 5 മിദിയാൻ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ബയോറിന്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ബയോറിന്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. അടുത്ത വാക്യം വായിച്ചോ വേണമെങ്കിൽ. ഇസ്രായേലിയർ മിദിയാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. ഓക്കെ, ഞാനിത് പറഞ്ഞു വെച്ചത് ബാലാം വധിക്കപ്പെട്ടു അല്ലേ? ശത്രു രാജാവിൻ്റെ കരങ്ങളിലൂടെ ബാലാം വധിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ഇനി ബാലാമിനെ കുറിച്ച് വചനത്തിൽ ഉടനീളം പറയുന്നത് മോശപ്പെട്ട ഒരു പ്രവാചകനായിട്ടാണ്. വെളിപാട് പുസ്തകം പറയുന്നുണ്ട്, പത്രോസിൻ്റെ ലേഖനം പറയുന്നുണ്ട്. അതുകൊണ്ട് വായിക്കാം. 2 പത്രോസ് 2:15 ഒന്ന് വായിച്ചോ. 2 പത്രോസ് 2:15. കാരണം വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകണ്ടല്ലോ, തെളിവടക്കം പറഞ്ഞു പോലെ വെച്ചിട്ട്. 2 പത്രോസ് 2:15. നേർവഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു. ബേവോറിന്റെ പുത്രനായ ബാലാമിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നത്. അപ്പോൾ ബാലാമിന്റെ മാർഗമാണ് പിന്തുടരുന്നതെന്ന് വചനം പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ബാലാം ശപിക്കപ്പെട്ടു എന്നല്ല എൻ്റെ അർത്ഥം. ബാലാം ശപിക്കപ്പെട്ടു. ഓക്കെ, ഇനി അത് തന്നെ വെളിപാട് പുസ്തകം 2:14 പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ബാലാം ശപിക്കപ്പെട്ടു എന്നുള്ള സംഭവം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാലാമിൻ്റെ പ്രബോധനം തെറ്റായിരുന്നു. യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ. പുതിയ നിയമത്തിൽ 3 സ്ഥലത്ത് വ്യക്തമായി ബാലാമിൻ്റെ ഉപദേശം തിന്മയായിരുന്നു, ശാപമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുക, ബാലാമിൻ്റെ കുറ്റം എന്താ? ബാലാം ചെയ്ത പാപം എന്തോ? ബാലാം ചെയ്ത പാപം എന്താ? ബാലാം വ്യഭിചാരം ചെയ്തോ? കൊലപാതകം ചെയ്തോ? എന്ത് തിന്മയാണ് ബാലാം ചെയ്തത്? കേട്ടില്ല? വ്യഭിചാരോ? ബാലാം ചെയ്തത് എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ബാലാം ചെയ്ത സംഭവം നോക്കിക്കഴിഞ്ഞാൽ ബാലാമിനെ ശപിക്കാനായിട്ട് മലയുടെ മുകളിൽ കൊണ്ടു നിർത്തി. ബാലാം അവിടെ അനുഗ്രഹം മാത്രമേ പറയുന്നത്.
രാജാവ് വന്നിട്ട് നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, നിന്നെ ശപിക്കാനല്ലോ ഇവിടെ കൊണ്ട് നിർത്തിയെന്ന് വെച്ചു. അവൻ പറയുന്നത് യഹോവ എൻ്റെ നാവിൽ തരുന്ന വാക്കുകളല്ലാതെ മറ്റൊന്നും ഞാൻ പറയത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. യഹോവ എന്നോട് സംസാരിക്കുന്നത് മാത്രമേ ഞാൻ അങ്ങോട്ട് തരത്തുള്ളൂ, വേറൊന്നും പറ്റത്തില്ല. ഇതാ അനുഗ്രഹിക്കപ്പെട്ട ജനത, ഇതാ ജനതകളിൽ നിന്നും വേർപെട്ട് വസിക്കുന്ന ജനത. അവരെ ശപിക്കാൻ ആർക്ക് പറ്റും? അവർക്ക് ഞാൻ അനുഗ്രഹം കൊടുക്കുന്നു. ഇസ്രായേലിന് അനുഗ്രഹം മാത്രമാണ് അവൻ്റെ നാവിൽ നിന്ന് വരുന്നത്. ഒരൊറ്റ ശാപം പോലും അവൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ എന്ത് പാപ ബാലാം ചെയ്തേ? പക്ഷെ ബാലാം കൊല്ലപ്പെട്ടു, ബാലാം ശപിക്കപ്പെട്ടു, ബാലാം നാശത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നു, അവൻ്റെ ഉപദേശം തിന്മയാണെന്ന് പറയുന്നു. തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചു. ബാലാം ചെയ്ത പാപം തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ആ തിന്മയുടെ പ്രതിഫലം വാങ്ങിയില്ല, അല്ലെങ്കിൽ അതിനെ ചൊല്ലിയില്ല. നീ അവിടെയും ബാലാം പറയുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് വായിക്കാം. സംഖ്യാപുസ്തകം 22:13 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചോ. ഓർഡറായിട്ടാണ് വായിച്ചു നോക്കിയോ, അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. സംഖ്യ 22:13 മുതൽ. ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നടക്കില്ല, ഞാനൊന്നും പ്രവർത്തിക്കാനോ പ്രവചിക്കാനോ പോകുന്നില്ല, ഇത് നടപടിയാവുന്ന കാര്യമല്ല, നിങ്ങൾ തിരിച്ചു പോകുമോ, നിങ്ങളുടെ പണവും വേണ്ട, നിങ്ങളുടെ സ്വത്തും വേണ്ട, നിങ്ങളുടെ സകല കാര്യങ്ങളും നിങ്ങൾ എടുത്തുകൊണ്ട് പോകോളാൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. 18 വാക്യം വായിച്ച മോളെ. 18. ബാലാക്കിന്റെ സേവകരോട് ബാലാം പറഞ്ഞു, ബാലാക്ക് തന്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല. നമ്മുടെ സ്വത്തവകാശമാണ് അല്ലെങ്കിൽ പണമാണ് അവൻ്റെ മോഹമെങ്കിൽ എൻ്റെ വീട് നിറയെ സ്വർണ്ണം തന്നാൽ ഞാൻ തിരിച്ച് പ്രവചിക്കാന്നല്ലേ പറയണ്ടേ. പണമാണ് അവൻ്റെ മോഹമെങ്കിലും ആ പണത്തെക്കുറിച്ചുള്ള മോഹത്തിൽ പോലും അവൻ എന്ത് പറയുന്നേ? നീ മുഴുവൻ സ്വത്ത്, എൻ്റെ വീട് മുഴുവൻ സ്വർണ്ണം കൊണ്ടെന്ന് അരച്ചാലും യഹോവ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, യഹോവ എൻ്റെ നാവിൽ തരുന്നത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, അല്ലാതെ വേറൊരു സാധനം ഞാൻ പറയത്തില്ല. എനിക്ക് വേറൊന്നും പറയാൻ പറ്റുന്നില്ല, ഒരു കാര്യം പറയുന്നില്ല. ഇനി പ്രവൃത്തി നോക്കുക, യഹോവ പറഞ്ഞതല്ലാതെ വല്ലതും പറഞ്ഞോ? ഒന്നും ചെയ്തില്ല. അവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ നിസ്സാരമായൊരു സാധനമാണ്. അതിൻ്റെ 9 വാക്യം വായിച്ചോ. 22:9 വായിച്ചാൽ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. 9ഉം 19. ആദ്യം 9 വായിക്കുക. ദൈവം ബാലാമിന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? ഓക്കെ, ബാലാമിനോട് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുക, എടാ നിന്റെ വീട്ടിൽ ഈ താമസിപ്പിക്കുന്ന ആരാ, ഈ കയറിയിരിക്കുന്നത് ആരാ? പണം ഓഫർ ചെയ്ത് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി നിനക്ക് ധനം ഓഫർ ചെയ്ത് വന്നിരിക്കുന്ന വ്യക്തികളല്ലേ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇവരെ കയറ്റാൻ നിന്നോട് ആരാ പറഞ്ഞേ? നിന്റെ വീടിൻ്റെ അകത്ത് ഇവന്മാരെ കയറ്റി നിർത്താൻ നിന്നോട് ആരാ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞോ? ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവൻ അങ്ങോട്ട് ചോദിച്ചിട്ടാണോ പറയുന്നത്? അല്ല, ദൈവം ഇങ്ങോട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ബാലാമിനോട് പറയുകയാണ്, ആരാ നിന്റെ വീട്ടിൽ? അനുവാദമില്ലാതെ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്തവനെ നീ എന്തിനാ വീട്ടിൽ കയറ്റിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അല്ലേ? ഇനി 19 വാക്യം വായിച്ചോ. ഈ രാത്രി കൂടി നിങ്ങളിവിടെ താമസിക്കുവിൻ, കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്ന് അറിയട്ടെ. നമ്മൾ നേരത്തെ 13 വാക്യം വായിച്ച് അവസാനിപ്പിച്ചു. ആദ്യത്തെ ദിവസം ഒരു രാത്രി മുഴുവൻ താമസിപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ബാലാം അവനോട് പറഞ്ഞു, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ. ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, ആരാണ് ഈ വീട്ടിൽ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അവന്മാരെ ഇറക്കി വിടാൻ പറഞ്ഞു, ഇറക്കി വിട്ടു. 19 വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും അവർ കൂടുതൽ പ്രഭുക്കന്മാരെയും ആളുകളെയും അയച്ചു. വരുമ്പോൾ തന്നെ ബാലാം എന്ത് പറയണമായിരുന്നു? ഒരു പ്രാവശ്യം കർത്താവ് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ എന്നെ ചോദ്യം ചെയ്തതാ, ഇറങ്ങു പുറത്തെന്ന് പറയണമായിരുന്നു. റൈറ്റ് അല്ലേ? അതാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ ചെയ്യേണ്ടത്. പക്ഷേ അവൻ എന്ത് ചെയ്തു? നിങ്ങൾ കയറിയിരിക്കി, ഞാൻ ഒന്നുകൂടി കർത്താവിനോട് ചോദിക്കാം. നിങ്ങളൊരു രാത്രി ഇവിടെ നിന്ന് ചെലവഴിക്കി, ഞാൻ ഒന്നും കൂടി ദൈവത്തോടും ചോദിക്കാം. രണ്ടാമതും വീട്ടിൽ കയറ്റി. 19 വാക്യത്തിൽ ഇതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ പാപം. ബാലാം ചെയ്ത പാപം ഇതാണ്. ബൈബിൾ പറയുന്നത് ഇതാണ്. ഇതിനപ്പുറത്തോട്ട് നിങ്ങൾ ബൈബിൾ ഉടനീളം വായിച്ചോ, ഒരു പാപം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ പാപം. ഈ പാപത്തിൻ്റെ അനന്തരഫലമാണ് അവൻ എന്ത് ചെയ്തു? ശപിക്കപ്പെട്ടു. കഴുത അവൻ്റെ മുമ്പിൽ പ്രവചിക്കാൻ തുടങ്ങി, കഴുത അവൻ്റെ മുമ്പിൽ സംസാരിക്കാൻ തുടങ്ങി, സംഹാരദൂതൻ ഇറങ്ങി വരാൻ തുടങ്ങി. ഈ ഇറങ്ങി വന്ന് സംഹാരദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് ബോധം വന്നു. വീണ്ടും അവൻ മലമുകളിൽ പോയി ഇസ്രായേലിനെ അനുഗ്രഹിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ ക്ലെയിം വിട്ടോ? പിശാച് വിട്ടോ? എന്താ ചെയ്തേ? നിസ്സാര സംഭവം വീടിൻ്റെ അകത്തോട്ട് പ്രവേശിപ്പിച്ചത്. നമ്മളും ചെയ്യുന്ന പരിപാടിയാ. ആവശ്യമില്ലാത്തവനെ നമ്മളും വീടിൻ്റെ അകത്ത് കയറ്റും. ഒരു കാര്യമില്ലാത്തവനെ നമ്മളും വീടിൻ്റെ അകത്ത് കയറിക്കോ, പിന്നെ എന്നാ കുഴപ്പം, ഒരു ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറയുന്നത് ആരെയും വീട്ടിൽ കയറ്റരുതെന്നല്ല കേട്ടോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം മനസ്സിലാക്കുക, പൈശാചികമായ ഒന്നിനെയും നീ എന്ത് ചെയ്യരുത്?
വിളിച്ച് പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുവരരുത്. നിനക്ക് അനുവാദമില്ലാതെ, നിനക്ക് നോക്കാൻ അവകാശം പോലും ഇല്ലാത്ത അന്യദേവന്മാരുടെ യാതൊന്നും കൊണ്ടുവന്ന് നിന്റെ ഭവനത്തിൽ പ്രവേശിപ്പിക്കരുത്. അത് ശാപമായി മാറും, അത് ശാപഗ്രസ്തമായി മാറും. അത് മതി മറ്റവന് പിടിച്ചു നിൽക്കാൻ. അവൻ അതുമ്മ ക്ലെയിം ചെയ്യും. ബാലാമിൻ്റെ കാര്യത്തിൽ അവൻ ക്ലെയിം ചെയ്ത് ഇത് വെച്ചിട്ടാണ്. എന്ത് സംഭവിച്ചു? പിന്നീട് അങ്ങോട്ട് ഇവൻ്റെ ബാലാമിൻ്റെ ഉപദേശം മറ്റുള്ളവർ കേട്ടു. ആര്? ബാലാക്ക് കേട്ടു. ബാലാക്ക് എന്താ ഉപദേശം കേട്ടെ? മറ്റ് ജാതികളിൽ നിന്നും ഇടകലരാതെ വേർപെട്ട് വസിക്കുന്നവനെ ശപിക്കാൻ പറ്റത്തില്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ബാലാക്കിനൊരു കാര്യം മനസ്സിലായി, ഇവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ അങ്ങോട്ട് വിട്ട് അവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ഒരു മിശ്ര വിവാഹം നടത്തിയാലേ ഇവർ നശിക്കത്തുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായി? ബാലാക്കിന് മനസ്സിലായി. ബാലാക്ക് പിറ്റേ ദിവസം തുടങ്ങി ആ പരിപാടി ചെയ്തു. ഇവൻ്റെ ആളുകളൊക്കെ, ഇവൻ്റെ പെണ്ണുങ്ങളെയൊക്കെ മുഴുവൻ ഇസ്രായേലിൻ്റെ ഇടയിലേക്ക് വശീകരിക്കാനായിട്ട് വിട്ടു. അവന്മാരിൽ കുറേ എണ്ണം വശീകരിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സംഹാരദൂതൻ ഇറങ്ങി ഇസ്രായേലിനെതിരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അതാ പിന്നീട് എത്രയോ സ്ഥലത്ത് വചനത്തിൽ പറയുന്നു, നമുക്ക് അവിടെ സംഭവിച്ചതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? നമുക്ക് ബെയോറിൽ വെച്ച് സംഭവിച്ച കഷ്ടത നിങ്ങൾ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വചനത്തിലുടനീളം പറയുന്നേ. ആരായിരുന്നു ഉപദേശകൻ്റെ ഉപജ്ഞാതാവ്? ബാലാം. പക്ഷെ ബാലാം പറഞ്ഞത് എന്തുവാ? ദൈവത്തിൻ്റെ വാക്യമാണ്. ബാലാം പറഞ്ഞത് എന്തുവാ? ജനതകളോട് ഇടകലരാത്തവനെ ശപിക്കാൻ പറ്റത്തില്ല. പക്ഷെ മറ്റൊരു കാര്യം മനസ്സിലായി, ഇവൻ ചെയ്ത പാപം എന്നാ? അവനെ രണ്ടാമത് ഭവനത്തിനകത്ത് കയറ്റി. ഒരിക്കൽ ദൈവം ശിക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഒരിക്കൽ ദൈവം ശാസിച്ച് കയറ്റരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഭവനത്തിനകത്ത് കയറ്റി. ഇതാണ് വലിയ പാപമായിട്ട് കാണുന്നത്. മാരകമായമല്ല പിടിച്ച പിശാച്. മാരകമായ സാധനമുണ്ട്. എന്തുവാ? ഇവൻ പണത്തെ ആഗ്രഹിച്ചു, ധനമോഹം അവനുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ദൈവം പിടിക്കുന്നില്ല, അല്ല പിശാച് പിടിക്കുന്നില്ല. പിശാച് ക്ലെയിമായി നിരന്തരം ബാലാക്കിനെതിരെ നിലവിളിക്കുന്നത് മറ്റവന്മാരെ വീട്ടിൽ കയറ്റിയ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു, രാപ്പകൽ ദൈവമക്കൾക്കെതിരെ പഴി പറയുന്ന സാത്താൻ, ബാലാമിനെതിരെ പഴി പറയുന്ന സാത്താൻ പറയുന്ന വിഷയം ഇതാണെന്ന്. രാപ്പകലില്ലാതെ ബാലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ കാര്യമാണ്. വലുതുമ പുള്ളി പിടിക്കുന്നില്ല. പുള്ളിക്കറിയാം വലുതുമ പിടിച്ചാലും ഇവൻ കർത്താവിനോട് നിരപ്പായി. കാരണം ക്രിസ്തു യേശുവിൻ്റെ രക്തം സകല ശാപങ്ങളെയും സകല പാപങ്ങളെയും പോക്കാനുള്ളതാ. നമുക്ക് ബോധം വരും, അയ്യോ ഞാൻ പാപിയാണല്ലോ, ഞാൻ തിന്മ ചെയ്തല്ലോ. ഈ ബോധം വന്നാൽ അപ്പം അവിടെ നിന്ന് സ്കിപ്പാവും. അപ്പം തന്നെ നമ്മൾ പോയി കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിക്കും, നമ്മൾ നിരപ്പാക്കപ്പെടും. പക്ഷേ ചെറുതാണെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനത്തെ ഒരു പാപമാണ് നമ്മൾ ചെയ്തു വെച്ചേക്കണമെങ്കിൽ നമ്മൾ ഓർക്കുമോ? കഴിഞ്ഞ 13 വർഷമായിട്ട് ചിലപ്പോൾ ഓർത്തുണ്ടാവില്ല, ചിലപ്പോൾ 15 വർഷമായിട്ട് ഓർത്തുണ്ടാവില്ല. അതിനെ പാപമായിട്ട് പോലും പരിഗണിക്കത്തില്ല. അതൊരു തിന്മയാണോ, അത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് നമ്മൾ ചിന്തിച്ച് അബദ്ധത്തിൽ പോയി വീഴും. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. അവൻ തന്ത്രശാലിയാണ്, അവൻ ഏറ്റവും വലിയ തന്ത്രശാലിയാണ്. സർപ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ തന്ത്രശാലി. അവൻ ഈ തന്ത്രയെ ഉപയോഗിക്കത്തുള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ഇതേ അബദ്ധത്തിൽ പോയ ഒരാളുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അപ്പോസ്തലനായ പൗലോസാണ് അതിനകത്ത് ആൾ. പൗലോസിനെയും ഇതുപോലെ പിടിച്ചൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ പൗലോസിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മാരകമായ കാര്യത്തെ കണക്കിലെടുത്തില്ല. മാരകമായത് മുഴുവൻ പൗലോസ് ഏറ്റു പറഞ്ഞു. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. പക്ഷേ ഒരു ചെറിയ സാധനത്തമ്മ പിശാച് പിടിച്ചു. ചെറിയൊരു സാധനത്തമ്മേ അത് അവൻ അവസാനം മനസ്സിലായേ. പിന്നീടുള്ള സംഭവത്തിൽ അവനത് ഏറ്റു പറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതേതാണ്? ആരാ? ഏറ്റവും ശ്രേഷ്ഠനായ പൗലോസ്ലീഹയുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. നമുക്ക് വചനത്തിലൂടെ പോകാം, അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 8:3. എന്നാൽ സാവുൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവിടെ പൗലോസ് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ് എന്ത് മാരകമായ പ്രവൃത്തി ചെയ്ത്? സഭയെ പീഡിപ്പിച്ചു. എന്താണ് പ്രവൃത്തി? നിങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥമൊന്നും പിടികിട്ടത്തില്ല. യഥാർത്ഥ അർത്ഥം നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ചോ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നുകൂടി വായിക്കി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നാൽ സാവുൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നാമത്തെ പാപമാണ് സഭയെ നശിപ്പിക്കുക, ക്രിസ്തുവിൻ്റെ ശരീരത്തെ നശിപ്പിക്കുക. ഇത് പാപമാണെന്ന് ആർക്ക് ബോധ്യമുണ്ട്? പൗലോസിന് ബോധ്യമുണ്ട്. പൗലോസ് നിരന്തരം ഏറ്റു പറഞ്ഞാണ് ഞാൻ സഭയെ പീഡിപ്പിച്ചവനാണ്, സഭയെ പീഡിപ്പിച്ചവനാണ്, അല്ലേ? എപ്പോഴും അവൻ്റെ പ്രസംഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു, ഞാൻ സഭയെ പീഡിപ്പിച്ചു, ഞാൻ സഭയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. ഇനി അടുത്ത് വായിച്ചോ. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. അവൻ വീടുതോറും കയറിയിറങ്ങി വലിച്ചഴച്ചു
തടവിലാക്കി. എന്താ ചെയ്തത്? വലിച്ചഴച്ചു, തടവിലാക്കി. ഇത് ചെറിയ കാര്യമല്ല. വീട് തോറും കയറി ഇറങ്ങി എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് യഹൂദനുണ്ടോ അവൻ്റെ ഭവനത്തിൽ കയറും. അവനത്തെ ഭവനത്തിൽ കയറിയിട്ട് നീ യേശുവിൽ വിശ്വസിക്കുന്നോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചഴക്കുക. എങ്ങനെ വലിച്ചഴക്കുന്നതെന്നറിയോ? എങ്ങനെ വലിച്ചഴക്കുന്നത്? കുതിരയുടെ പുറത്താണ് വലിച്ചഴക്കുന്നത്. വെറുതെ വലിച്ചഴക്കുകയല്ല. ഒരു കയറിൽ കെട്ടി, കാല് കയറെ കെട്ടും, എന്നിട്ട് ആ കയറ് കുതിരയുടെ ജീനിയമ കെട്ടും, വലിച്ചഴച്ച് എവിടേക്ക് കൊണ്ടുപോകും? എവിടെയാണോ ഇവനെ വിചാരണ ചെയ്യപ്പെടേണ്ടത് അവിടം വരെ കൊണ്ടുപോകും. ചെറിയ പരിപാടിയാണ് കാണിച്ചേ. മാരകമായ തിന്മയല്ലേ? അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഭയിലുള്ള ദൈവത്തിൻ്റെ ശരീരമാകുന്ന ഒരു വിശ്വാസിയെ ഭവനത്തിൽ കയറി അതിക്രമിച്ച് അവനെ പിടിച്ചു കെട്ടി അവനെ വലിച്ചടിച്ച് കുതിരയുടെ പുറത്ത് കെട്ടി എവിടം വരെ എത്തിക്കണോ അവിടം വരെ ഈ കുതിരയുടെ പുറത്ത് എത്തിക്കും. അതിനിടയിൽ കുതിര ഓടുന്ന സ്പീഡിൽ ഇതിങ്ങനെ ബൗൺസ് ചെയ്ത് കല്ലുകളുമേ, നമ്മളിവിടുത്തെ ടാർട്ട് റോഡൊന്നുമല്ല, അല്ലെങ്കിൽ മിനിസമുള്ള റോഡൊന്നുമല്ല, ഇസ്രായേലിലെ റോഡുകൾ നമുക്കറിയാം, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഇതിനെ വലിച്ചഴച്ചു കൊണ്ടുപോകും. എത്ര മാരകമായ പാപമാണെന്ന് ആലോചിച്ച് നോക്കുക. എത്ര ശക്തമായ പാപമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഏത് വാക്യത്തിലാണ് വായിച്ചത്? 8-ാം വാക്യത്തിലാണ് വായിച്ചത് അല്ലേ? 8-ാം അധ്യായത്തിലാണ് വായിച്ചത്. ഇത്രയും വലിയ മാരകമായ പാപമാണ് അവൻ ചെയ്തത്. 26-10-11 വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 26-10-11 വാക്യം. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ വധത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എല്ലാ സിനഗോഗുകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസത്യാഗത്തിന് നിർബന്ധിച്ചു. അതായത് 2-3 കാര്യങ്ങളാണ്. ഒന്ന് കുറയാതെ 40 അടി 39 അടി ഇത് പലർക്കും ഏറ്റുകൊടുത്തിട്ടുണ്ട്. ആര്? പൗലോസ്. യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്, വിശ്വാസം ത്യജിക്കുന്നതുകൊണ്ട് അനേക വ്യക്തികളെ ശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. 10-ാം വാക്യം ഒന്നുകൂടി വായിച്ചേ. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തിച്ചു. എന്താണ് ആ പ്രവൃത്തി? പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും. പലരെയും തടവിലാക്കുന്ന ശിക്ഷ കഴിഞ്ഞിട്ടാ, അതായത് 39 അടി കൊടുത്തിട്ടാ പിന്നെ തടവിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവരുടെ വധത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകം ചെയ്തു, അവർക്ക് വധശിക്ഷ കൊടുത്തു അല്ലേ? അവരുടെ വധത്തെ അനുകൂലിച്ചു. വധിക്കാൻ ഞാൻ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. അത്രയും വലിയ മാരകമായ പാപത്തിന് ഞാൻ കാരണഹേതുവായി. ഇതെല്ലാം പൗലോസ് നിരപ്പായില്ലേ? സകലതും കർത്താവിന് മുമ്പിൽ പറയത്തില്ലേ? പക്ഷെ ഒരു ചെറിയ കാര്യം പുള്ളി മനങ്ങിയിട്ടുണ്ടാവില്ല. അത് വായിക്കണമെങ്കിൽ 22-20 വാക്യം വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 22-20. അതും പൗലോസ് തന്നെ ഏറ്റു പറയുന്നതാണ്. പിന്നീട്, നിനക്ക് സാക്ഷ്യം നൽകിയ സ്തേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തു നിന്ന് അത് അംഗീകരിക്കുകയും അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. സ്തെഫാനോസിനെ കല്ലെറിയാൻ പൗലോസ് ഉണ്ടായിരുന്നോ? ഇല്ല. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞതിൽ ഒരു കല്ല് പോലും പൗലോസ് എറിഞ്ഞിട്ടില്ല. ആകെ സാക്ഷിയായിട്ട് നിന്നിട്ടുള്ളൂ. ഒരൊറ്റ കല്ല് പോലും സ്തെഫാനോസിനെ എറിഞ്ഞിട്ടില്ല. ആ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം എന്ത് ചെയ്തു? സൂക്ഷിച്ചു. ചെറിയ കാര്യം ഇതേ. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം ഞാൻ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. വേറൊന്നും ചെയ്തിട്ടില്ല. കൊല്ലാൻ അതിനു മുമ്പ് ചെയ്തതും ഇതും വെച്ചിട്ട് നിങ്ങൾ 2 ത്രാസിൽ വെച്ച് തൂക്കി നോക്കുക, ഏതാ വലുത്? ഈ കുതിരപ്പുറത്ത് വലിച്ചതാണോ? കൊലപാതകത്തിന് വിട്ടുകൊടുത്തതാണോ? 39 പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് അടിച്ചതാണോ? അതെയോ സ്തെഫാനോസിനെ കൊല്ലാൻ പോയവരുടെ വസ്ത്രം സൂക്ഷിച്ചതാണോ? ഇത് പൗലോസ് രണ്ടാമത്തെ അവൻ്റെ ആ രാജാവിന് മുമ്പിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇത് ഏറ്റു പറയുന്നത്. ആദ്യത്തെ സമയത്ത് ഇത് ഏറ്റു പറയുന്നില്ല പൗലോസ്. ആദ്യത്തെ പ്രസംഗത്തിലൊന്നും സ്തെഫാനോസിൻ്റെ കാര്യം പറയുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ സന്നിധിയിൽ വിചാരണയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് അവൻ ഈ കാര്യം ഏറ്റു പറയുന്നത്. എനിക്ക് ഇത്രയും വലിയ മാരകമായൊരു പറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ അപ്പസ്തോലനായ സ്തെഫാനോസ് പറയുന്ന രക്തസാക്ഷിയുടെ അവൻ്റെ രക്തത്തിൻ്റെ അതിന് എൻ്റെ മേലൊരു ക്ലെയിം കിടക്കുന്നുണ്ട്. ഇത് പൗലോസ് ഏറ്റു പറയുക. സ്തെഫാനോസിനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം ഞാൻ സൂക്ഷിച്ചു. ഇത് വേണം പിശാച് ക്ലെയിം ചെയ്യും. ഇത് പൗലോസിന് ബോധ്യം കിട്ടി. അതുവരെ
മാരകമായത് മുഴുവൻ. പൗലോസ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പൗലോസ് തുടക്കം മുതൽ പറയുന്നുണ്ട്, ഞാനോ മഹാപാപി എന്നാ പറയുന്നത്. ഞാനോ വലിയ പാപം ചെയ്തവൻ, അജ്ഞത കൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ഞാൻ സഭയെ പീഡിപ്പിച്ചവൻ, അത്രയധികം പീഡനങ്ങൾ ഞാൻ ചെയ്തു, ഇത്രയധികം വൃത്തികേട് ഞാൻ കാണിച്ചു കൂട്ടി. ഇത് മുഴുവൻ പറയുക പൗലോസ്, എല്ലാ പ്രസംഗങ്ങളിലും ഏറ്റു പറയുക. പക്ഷെ സ്വാഭാവികമായും ഈ പറഞ്ഞ സാധനം ചിലപ്പം നമ്മൾ പോലും അറിയാതെ പോകും. ഇതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ കെണി. പിശാച് എപ്പോഴും നിരന്തരമായി അവൻ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. വലുതിനെ അവൻ തൊടത്തില്ല, ചെറുതിനെ അവൻ മുറുകെ പിടിക്കും. യൂദാസ് എന്ത് പാപം ചെയ്തോ? കൊലപാതകം ചെയ്തോ? വ്യഭിചാരം ചെയ്തോ? എന്താ ചെയ്തവൻ? സഞ്ചിയിൽ നിന്നും കട്ടെടുത്തു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പണത്തിൽ നിന്നും, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സഞ്ചിയിൽ നിന്നും അവൻ കട്ടെടുത്തു. യോഹന്നാൻ പറയുന്നത് എന്തുവാ? അവൻ കള്ളനും അവൻ ആ പണത്തിൽ നിന്ന് എടുത്തിരുന്നവനുമാണ്. അവൻ എവിടം വരെ ചെന്നു? ശപിക്കപ്പെട്ടു. യൂദാസിനെ കുറിച്ച് സങ്കീർത്തന പുസ്തകം പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ അപ്പൻ്റെ പാപവും അവൻ്റെ അമ്മയുടെ പാപവും ദൈവം ക്ഷമിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് താഴ്ത്തിയല്ല, പുറകോട്ട് പോകണം അവൻ്റെ ശാപം. മുന്നോട്ട് മാത്രം പോയാൽ പോരാ, അവനിലൂടെ അവൻ്റെ സന്തതി പരമ്പര തീർന്നു. പിന്നെ എങ്ങനെയുണ്ടോ? താഴോട്ടുണ്ടോ? അവൻ വിവാഹം ചെയ്തില്ല, മക്കളില്ല, സന്തതി തീർന്നു. ഇനി സന്തതിയെ വരുന്നില്ല. അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. പുറകോട്ട് പോയ എൻ്റെ അമ്മയും അപ്പനും അവൻ്റെ പാപം പോലും ദൈവം പരിഗണിക്കട്ടെ എന്ന്. അവൻ്റെ അമ്മയുടെ പാപം ദൈവം പരിഗണിക്കട്ടെ, അവൻ്റെ അപ്പൻ്റെ പാപം ദൈവം പരിഗണിക്കട്ടെ, അതുപോലും ദൈവം പരിഗണിക്കാതിരിക്കരുത്. അത്രയും വലിയ ശാപത്തിലേക്ക് ആര് പോകണം? യൂദാസ് പോകണം. എന്താ പാപം? എന്തുവാ? കൊലപാതകമാണോ? അല്ല, യൂദാസ് കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്തവൻ? പണസഞ്ചിയിൽ നിന്ന് കട്ടെടുത്തു, പണസഞ്ചിയിൽ നിന്ന് അടിച്ചു മാറ്റി. ഇതവൻ ചെയ്ത പാപം. സാത്താൻ ക്ലെയിം ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ടാ. നിങ്ങൾ ആലോചിക്കുക, യേശു ക്രിസ്തു എന്ന ഏറ്റവും വലിയ അവൻ്റെ ഗുരുവിനെ അവൻ ഒറ്റുകൊടുക്കാൻ പിശാച് അവനെ ഉപയോഗിച്ചത് ഏത് ക്ലെയിം വെച്ചിട്ടാ? അത്രയും വലിയ മാരകമായ പാപത്തിലേക്ക് അവനെ വലിച്ചടിച്ച് ഏത് ക്ലെയിം വെച്ചിട്ടാ? ധനമോഹം എന്നൊരു ഒറ്റ പാപം വെച്ചിട്ടാ. അവൻ ആ സഞ്ചിയിൽ നിന്ന് കട്ടെടുക്കാൻ അവന് തോന്നിയ ആ ചെറിയ സാധനം വെച്ചിട്ടാ. അല്ലേ? കൊലപാതകമല്ലേ വലുത്? പണം മോഷ്ടിക്കുന്നതാണോ വലുത്? അല്ല, നിസാരമായ ഈ ചെറിയ പാപം വെച്ചിട്ടാണ് സാത്താൻ അവനെ കൊണ്ട് ഏറ്റവും മാരകമായ പാപം ചെയ്യിപ്പിച്ചത്. പുരോഹിത പ്രമുഖന്മാർ യേശുവിനെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുത്തു. ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടി, യേശുവിനെ പീഡിപ്പിക്കണം, കൊല്ലണം, നശിപ്പിക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി. പിശാച് അവരെ ഉപയോഗിച്ചത് ഏത് ക്ലെയിം വെച്ചിട്ടാ? ഈ പുരോഹിത പ്രമുഖന്മാർ സത്യത്തിൽ ഒരു കൊലപാതകം ചെയ്യുന്നവരല്ല. നമ്മൾ ഫരിസേയനെ കുറിച്ച് പഠിക്കണം. ഫരിസേയൻ ശരിക്കും പറഞ്ഞാൽ ഓരോ ചതകൂപ്പയും അല്ലെങ്കിൽ ജീരകവും അതിൻ്റെ കാര്യത്തിൽ പോലും അവൻ നിയമം പാലിക്കുന്നവനാ. അത്രയും കർക്കശമായ നിയമം പാലിക്കുന്നവനാ. ഒരു തരത്തിൽ പോലും അവൻ നിയമം ലംഘിക്കാത്തവനാ. സാബത്ത് അവൻ കൃത്യമായി പാലിക്കുന്ന, ഒരു സ്വിച്ച് ഇടാൻ പോലും അവന് താല്പര്യമില്ല സാബത്ത് ദിവസം. അത്രയും കൃത്യമായി നിയമം പാലിക്കുന്ന ഈ പുരോഹിതനും ഈ ഫരിസേയരും എന്ത് പാപം ചെയ്തേ? പിശാചിന് ഉപദേശങ്ങൾ സ്വീകരിച്ചു. സ്വന്തം നന്മ, സ്വന്തം മേന്മ വലുതായി കണ്ടു. ദൈവത്തിൻ്റെ ഉപദേശത്തേക്കാൾ, ദൈവിക കൽപ്പനകളേക്കാൾ, ആ കൽപ്പനയിലെ ഏറ്റവും ലളിതമായ സ്നേഹമെന്ന് പറയുന്ന കാര്യത്തേക്കാൾ ഉപരി അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ വ്യഗ്രത കാണിച്ചു. ഇതാ കാണുന്നു, വേറൊന്നും കാണുന്നില്ല. ഇതാണ് പിശാച് അവർക്കെതിരെ നിരന്തരമായി ക്ലെയിം ചെയ്തുകൊണ്ടിരുന്ന പാപം. നമുക്കെതിരെ ഇപ്പം എന്തായിരിക്കും പിടിച്ചുപിടിച്ചുകൊണ്ടിരിക്കുക? ചിന്തിച്ചു നോക്കുക. ഇതൊരു പാറ്റേൺ ആണ് ബേസിക്കലി. ബൈബിളിലുടനീളം നമുക്ക് ഈ പാറ്റേൺ കാണാം. ഞാൻ സമയത്തിൻ്റെ കുറവ് മൂലം ഇത്രയും നിർത്തുക. ഇനിയുമുണ്ട് ഒത്തിരി. പഴയ നിയമത്തിൽ ഉടനീളമുണ്ട് അനേകമായി. ദാവീദിൻ്റെ ഏത് പാപത്തെ പിശാച് പിടിച്ചേ? ദാവീദിനെ പാപത്തിലേക്ക് നയിച്ചത് ഏത് പാപമാണ്? സ്ത്രീ വിഷയം ദാവീദിൻ്റെ പാപമേ ആവുന്നില്ല. എത്രയോ ഭാര്യമാർ ദാവീദിനുണ്ട്. നീ ചോദിച്ചാൽ ഇനിയും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതല്ല അവൻ്റെ പ്രശ്നം. ദാവീദിനോട് ദൈവം പറയുന്നത്, നിനക്ക് അനേക ഭാര്യമാരെ ഞാൻ തന്നു, നിന്റെ മുൻപിലുണ്ടായിരുന്ന രാജാവായിരുന്നു സൗലിൻ്റെ ഭാര്യനെ ഞാൻ തന്നു, അവൻ്റെ മകളെ തന്നു, എന്തൊക്കെ നിനക്ക് ഇനിയും വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ തന്നേനല്ലോ. അപ്പോൾ സ്ത്രീ അവൻ്റെ ഒരു വിഷയമേ അല്ല. അന്യൻ്റെ ഭാര്യയെ മോഹിച്ചതും വിഷയമല്ലെന്ന്. അതിൻ്റെ താഴെ കിടക്കുന്നല്ല സോളമനല്ല ദേവാലയം പണിത്. അത് അങ്ങനെ ദൈവം അനുവദിക്കുമോ? അവിടുത്തെ പ്രശ്നം അതല്ല. മെയിൻ റീസൺ, അവൻ പകലവൻ കിടന്നുറങ്ങി, അവൻ മടിയനായി മാറി. ദാവീദിൻ്റെ സ്വഭാവം എന്താ? തുടക്കം കിടക്കുന്നത്. ദാവീദിൻ്റെ സ്വഭാവം നിങ്ങൾ മുഴുവൻ പഠിച്ചു നോക്കുക. ആദ്യം ദാവീദിൻ്റെ സ്വഭാവം, അവനെ ഏൽപ്പിച്ച വേലയിൽ അവൻ ഭയങ്കര ഉത്തരവാദിത്വമായിരുന്നു. അവൻ്റെ ആടുകളെക്കുറിച്ച് അവൻ ആകുലതയുണ്ടായിരുന്നു. ഇത് ആടുകളും സൈന്യവും മുഴുവൻ യുദ്ധം ചെയ്യുക. അവനോടെയാ അവൻ പകലിടന്ന് ഉറങ്ങുക. സായാഹ്നമായപ്പോൾ അവൻ മട്ടുപ്പാവിൽ നിന്ന് അവൻ്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നു. പകൽ മുഴുവൻ അവൻ കിടന്നുറങ്ങി. അവൻ്റെ രാജ്യത്തെക്കുറിച്ച് ബോധമില്ലാതെ അവൻ കിടന്നുറങ്ങിയിട്ട് അവൻ വന്നു. അപ്പോഴാണ് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുകയും പിശാച് അത് ക്ലെയിം ചെയ്തുകൊണ്ട് അവനെ പാപത്തിലേക്ക് വലിച്ചഴിച്ചു. വലുതാണോ? വളരെ നിസ്സാരമായ സാധനത്തിന് അവൻ വലിച്ചേ.
സാത്താൻ അത്രയും തന്ത്രശാലിയാണ്. അവൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ ഈ തരത്തിലേ പോകത്തുള്ളൂ. ഒരു തരത്തിലും നമ്മൾ വിചാരിക്കരുത് മാരകമായ വലുതുമ പിടിച്ചുകൊണ്ടാകും വരുമെന്ന് വിചാരിക്കരുത്. ഏറ്റവും ലളിതമായ ഏറ്റവും ചെറുതുമയായിരിക്കും അവൻ നമുക്കെതിരെ മുറവിളി കൂട്ടുന്നത്. അത് മതി അവന്. അതിൽ പിടിച്ചാലേ നമ്മളെ തകർക്കാൻ പറ്റുള്ളൂ എന്നറിയാൻ പറ്റും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, വിശുദ്ധീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന, ജീവിതത്തിലെ ഭൗതികമായ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതു മേഖലയാണോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്, എവിടെയാണോ സാത്താൻ ക്ലെയിം ചെയ്തിരിക്കുന്നത് 18 വർഷം ആ സ്ത്രീയെ കൂനിയാക്കി കിടത്തിയ അവസ്ഥ, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ഇപ്പോഴും കൂനിയാക്കി, ഇപ്പോഴും ദൈവത്തിലേക്ക് തിരിയാൻ കഴിയാതെ, അനുഗ്രഹത്തിലേക്ക് വരാൻ പറ്റാതെ ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്നത് എന്ന് ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തണമേ. സ്വർഗത്തിലെ നല്ല ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തണമേ. അപ്പോൾ അവിടുന്ന് വെളിപ്പെടുത്തണമേ, അവിടുന്ന് വെളിപ്പെടുത്തണമേ. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച്, അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് കർത്താവായ യേശുവേ അവിടുന്ന് വെളിപ്പെടുത്തുമ്പോൾ അവൻ എൻ്റെ ജീവിതത്തിൽ എന്താണോ ഇപ്പോഴും പിടിച്ചു വച്ചിരിക്കുന്നത്, ഇപ്പോഴും തകർത്തിട്ടിരിക്കുന്നത്, ഇപ്പോഴും അവൻ ബന്ധിച്ചിട്ടിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗത്തിലെ നല്ല ദൈവമേ അവിടുന്ന് കടന്നു വരണമേ. അവിടുന്ന് കരുണയുണ്ടാകണമേ. അപ്പാ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു.